ഹലോ എവ്രി വൺ, മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് വൈറൽ ഡിസീസസ് ആണ് കേട്ടോ. വൈറൽ ഡിസീസസിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ലാസ് ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടാണ് ഇതിന്റെ ഈ ഒരു വൈറൽ ഡിസീസസിന്റെ ലബോറട്ടറി ഡയഗ്നോസിസ്. ഓക്കെ, അപ്പോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു വൈറൽ ഇൻഫെക്ഷന്റെ ലബോറട്ടറി ഡയഗ്നോസിസ് ചെയ്യുന്നുണ്ടാവുക? ഇൻ ഓർഡർ ടു സ്റ്റാർട്ട് ആൻ ആന്റിവൈറൽ ഡ്രഗ്സ് അല്ലെ, നമുക്ക് ആന്റിവൈറൽ ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം പറയണത് ഒരു വൈറൽ ഡിസീസസിന്റെ ലബോറട്ടറി ഡയഗ്നോസിസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ബ്ലഡ് ഡോണേഴ്സിന്റെ കേസസിലാണെങ്കിൽ അവരുടെ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സിന്റെ ഒക്കെ സ്ക്രീനിങ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇവരുടെ ബ്ലഡ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കളക്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ സർവെയിലൻസ് പർപ്പസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫോർ ഔട്ട്ബ്രേക്ക് ഓർ എപ്പിഡമിക് ഇൻവെസ്റ്റിഗേഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് കൊറോണ ഉള്ള സമയത്തൊക്കെ എപ്പിഡമിക് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഉണ്ടായി അല്ലെ. അപ്പൊ അവർ എപ്പിഡമിക് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു? ആർക്കൊക്കെ ഈ ഒരു വൈറസ് പടർന്ന് പിടിച്ചിട്ടുണ്ട്, ആർക്കൊക്കെയാണ് ഇൻഫെക്ഷൻസ് ഉള്ളത്, ഈ ഒരു വൈറൽ ഡിസീസസിന്റെ ഡയഗ്നോസിസ് ആണ് നടന്നത് അല്ലെ. അതുപോലെ തന്നെ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാസിസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു സർട്ടൻ മെഷേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇഫ് റുബെല്ല ഇസ് ഡയഗ്നോസ്ഡ് ഇൻ ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി, ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഇസ് റെക്കമെൻഡഡ്. മനസ്സിലായോ? ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള വുമനിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ റുബെല്ല ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രഗ്നൻസിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യും. ഈ ഒരു കാര്യത്തിന് ഇപ്പൊ സർട്ടൻ മെഷേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ വൈറൽ ഡയഗ്നോസിസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ എന്തിനാണ് വൈറൽ ഡയഗ്നോസിസ്? എന്തിനാണ് ഇപ്പൊ ഈ ഒരു ഒരാൾക്ക് ഏത് വൈറസിന്റെ ഇൻഫെക്ഷൻ ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ലബോറട്ടറിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ആന്റിവൈറൽ ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലഡ് ഡോണേഴ്സിന്റെ കേസസിലാണെങ്കിൽ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട്, എപ്പിഡമിക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടും, സർട്ടൻ മെഷേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ വൈറൽ ഡിസീസസിന്റെ ലബോറട്ടറി ഡയഗ്നോസിസ് ചെയ്യുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ലബോറട്ടറി ഡയഗ്നോസിന്റെ കീ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇപ്പോ ഒരു പേഷ്യന്റിന് ഏത് വൈറസിന്റെ ഇൻഫെക്ഷൻ ആണ് വന്നത് എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിമെനെ സെലക്ട് ചെയ്തിട്ട് അത് കളക്ട് ചെയ്യണം. എന്താണ് ഈ സ്പെസിമെൻ സെലക്ഷൻ? എന്താണ് ഇപ്പൊ ഇതേമാത്രം സെലക്ട് ചെയ്യാനെന്നുള്ളത്? ഇപ്പൊ നമ്മൾ ഓരോ വൈറസുകൾ നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓരോ വൈറസുകൾ നമ്മളെ ബോഡിയിൽ ഓരോ ഓർഗനായിരിക്കും ഇൻഫെക്ട് ചെയ്യുന്നുണ്ടാവുക. അത് ഇവിടെയൊക്കെ ആയിരിക്കും പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ വൈറസ് നമ്മളെ ബോഡിയിൽ ഇന്ന സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ഏതൊരു വൈറസിനെയാണോ എക്സ്പെക്ട് ചെയ്യുന്നത്, ആ ഒരു വൈറസ് എവിടെ ഉണ്ടാവാനാണോ ചാൻസ്, ആ ഒരു ഏരിയയിൽ പോയിട്ട് നമ്മൾ സ്പെസിമെനെ സെലക്ട് ചെയ്തിട്ട് കളക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ സ്പെസിമെനെ കളക്ട് ചെയ്തിട്ട് അതേപടി എടുത്ത് വെക്കണം. നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ ഒരു സ്പെസിമെന്റെ ട്രാൻസ്പോർട്ടും സ്റ്റോറേജും ഉറപ്പുവരുത്തണം. എന്നിട്ടാണ് നമ്മൾ ലബോറട്ടറി എക്സാമിനേഷൻസും അതിന്റെ ഇന്റർപ്രിട്ടേഷൻസും റിപ്പോർട്ടിങ്ങും ഒക്കെ കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്നത് നമ്മൾ ആ ഒരു കൊറോണ കാലത്താണ് അല്ലെ. നമ്മൾ ആദ്യം നമ്മുടെ നേസൽ സ്വാബ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അവർ പ്രോപ്പർ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് അതിനെ സ്റ്റോറേജ് ചെയ്തതിന് ശേഷം ലബോറട്ടറിയിൽ പോയി ടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും എന്തെന്നുണ്ടാവാം, നമുക്ക് പിറ്റേ ദിവസമൊക്കെ ആയിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടാവും അല്ലെ. അതിന്റെ ഒരു റിപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ടാവും. ആ ഒരു കാര്യം ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ലബോറട്ടറി ഡയഗ്നോസിന്റെ കീ സ്റ്റെപ്സുകൾ എന്താണെന്നുള്ളത് പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റുന്നുണ്ടാവും. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് സ്ലൈഡ്, ദാറ്റ് ഈസ് സ്പെസിമെൻ കളക്ഷൻ ഗൈഡ് ലൈൻസ്. അപ്പൊ നമുക്ക് ഈ ഒരു സ്പെസിമെൻ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്? പേഷ്യന്റിന് ഹാം ചെയ്യാനോ ഡിസ്കംഫേർട്ട് ഉണ്ടാവാനോ പാടില്ല. പിന്നെ നമ്മൾ ആ ഒരു അപ്രോപ്രിയേറ്റ് സൈറ്റിൽ നിന്ന് തന്നെ സ്പെസിമെനെ കളക്ട് ചെയ്യണം. കറക്റ്റ് ടൈമിൽ നിന്ന് തന്നെ സ്പെസിമെനെ കളക്ട് ചെയ്യണം. അപ്രോപ്രിയേറ്റ് ഡിവൈസ് യൂസ് ചെയ്തിട്ടായിരിക്കണം സ്പെസിമെൻ കളക്ഷൻ നടത്തേണ്ടത്. സഫീഷ്യന്റ് ക്വാണ്ടിറ്റിയിൽ തന്നെ സ്പെസിമെനെ കളക്ട് ചെയ്യണം.
നമ്മൾ ആന്റി മൈക്രോബിയൽ തെറാപ്പി ചെയ്യും. മരുന്ന് നമ്മളിപ്പോ അതിന് ആ ഒരു ഇൻഫെക്ഷൻ വന്ന് അതിന് മരുന്ന് കുടിക്കണക്കാട്ടി മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിമെനെ ഒബ്റ്റെയിൻ ചെയ്യണം. എന്നിട്ട് അതിനെ കറക്റ്റ് ആയിട്ട് ലാബിൽ ചെയ്യണം. അപ്പൊ നമ്മൾ സ്പെസിമെൻ കളക്ഷൻ ചെയ്യുന്ന സമയത്ത് ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്: അവോയ്ഡ് കോസിങ് ഹാം ഓർ ഡിസ്കംഫർട്ട് ടു പേഷ്യന്റ്, കളക്ട് ഫ്രം അപ്രോപ്രിയേറ്റ് സൈറ്റ്, obtain specimen at correct time, use appropriate devices, obtain sufficient quantity of specimen, obtain specimen prior to the start of antimicrobial therapy, അതുപോലെ തന്നെ ലേബിൾ കറക്റ്റ്ലി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്പെസിമെൻ കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതാണ് സ്പെസിമെൻ സെലക്ഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, എന്തായിരുന്നു ഇതില്? സ്പെസിമെൻ സെലക്ഷൻ ആൻഡ് കളക്ഷൻ. ഇപ്പൊ നമ്മള് സ്പെസിമെനെ എങ്ങനെയൊക്കെ കളക്ട് ചെയ്യുമ്പോഴുള്ള ഗൈഡ് ലൈൻസുകൾ പറഞ്ഞു. ഇനി സ്പെസിമെൻ സെലക്ഷൻ ആൻഡ് കളക്ഷൻ. അപ്പൊ നമ്മൾ ഈ ഒരു സ്പെസിമെൻ, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ, നമ്മൾ ഈ ഒരു സെലക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സ്പെസിഫിക് ഡിസീസസ് ആണ് ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഓരോ സ്പെസിമെന്റെ എത്തിയോളജി നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് റിക്വസ്റ്റ് ഫോം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? സ്പെസിമെൻസ് എന്ത് ചെയ്യുന്നുണ്ടാവുക? കളക്ട് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. നെക്സ്റ്റ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്പെസിമെൻസ് ആണ് ഈ നമ്മളൊരു വൈറൽ ഡയഗ്നോസിസിൽ വരുന്നത്? അപ്പോ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ബ്ലഡ് വരും. ബ്ലഡ് എന്തിലൊക്കെ? വൈറൽ കൾച്ചറിന് വേണ്ടിയിട്ട് ബ്ലഡ് കളക്ട് ചെയ്യാം. ഇത് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടാവുക ഒരു സ്റ്റെറൈൽ ട്യൂബ് കണ്ടെയ്നിങ് ആന്റികൊയാഗുലന്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു സ്റ്റെറൈൽ ട്യൂബിലാണ് നമ്മൾ ഈ ഒരു വൈറൽ കൾച്ചറിന് വേണ്ടിയിട്ട് ബ്ലഡിനെ കളക്ട് ചെയ്യാം. അപ്പൊ ഈ വൈറൽ കൾച്ചർ എന്താന്നുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡുകളായിട്ട് പഠിച്ചു വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു വൈറൽ കൾച്ചറിൽ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നത് സിറോളജിക്ക് വേണ്ടിയിട്ടാണ്. സിറോളജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്ത് അതിൽ നിന്ന് സെറം സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഒരു സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സെറത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്റ്റെറൈൽ ട്യൂബിലാക്കിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 4 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ട് ചെയ്തതിനു ശേഷം സ്റ്റോർ ചെയ്യണം. ഈ ഒരു 4 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ഈ ഒരു സെറത്തിന് ഹവേഴ്സ് അല്ലെങ്കിൽ ഡേയ്സ് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം എന്നാണ് പറയണത്. മനസ്സിലായോ? ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇപ്പൊ നമ്മളൊരു വൈറൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു സെറം, ഈ ഒരു സെറം 4 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ദിവസം അല്ലെങ്കിൽ ലൈക്ക് ഫ്രം ഹവേഴ്സ് ടു ഡേയ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം. അതിലുള്ള വൈറസിന് പ്രത്യേകിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും വരുത്തില്ല. അതാണ് ഇതിലുദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണ്, ഇപ്പൊ ഈ ഒരു സെറം വൈറൽ ഡയഗ്നോസിസ് കളക്ട് ചെയ്യുന്ന സെറം നമുക്ക് എത്ര സമയം വരെ വെക്കാം, അല്ലെങ്കിൽ ഏത് ഡിഗ്രിയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക? 4 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ഹവേഴ്സ് ഓർ ഡേയ്സ് വരെ ഈ സെറം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? സ്റ്റോർ ചെയ്യാനേ പറ്റുന്നുണ്ടാവും. ഇനിയിപ്പോ നമുക്ക് മാസങ്ങളോളം നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ -20 ഡിഗ്രി സെൽഷ്യസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഈ ഒരു സ്പെസിമെനെ നമുക്ക് എന്ത് ചെയ്യാം? എടുത്തു വെക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ ടൈപ്പ് സ്പെസിമെൻ ആണ്? നമ്മൾ ബ്ലഡ് എന്ത് ചെയ്യും? ആന്റികൊയാഗുലൻ ട്യൂബിൽ കളക്ട് ചെയ്യുന്ന ബ്ലഡ് ഉണ്ട്. അത് നമ്മൾ വൈറൽ കൾച്ചറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ബ്ലഡിനെ നമുക്കിപ്പോ സ്റ്റോർ ചെയ്യണമെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുക. ഇനി സിറോളജിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ക്ലോട്ട് ട്യൂബിൽ കളക്ട് ചെയ്യുന്ന ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് സെറം സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ സെറമാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സെറം നമുക്ക് വേണമെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഹവേഴ്സ് ടു ഡേയ്സ് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇനിയിപ്പോ അതിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു -20 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇനി വേറെ എന്തൊക്കെ സ്പെസിമിനാ? ബ്ലഡ് അല്ലാണ്ട് വേറെ എന്തൊക്കെ സ്പെസിമിൻ ആയിരിക്കും നമുക്ക് വൈറൽ ഡയഗ്നോസിസിൽ ഉണ്ടാവാം? യൂറിൻ ഉണ്ടാവാം, സ്പ്യൂട്ടം, സ്റ്റൂൾ, പസ്, CSF ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ സ്വാബുകളാണ് ഒരുപാട് സ്വാബ്. നമുക്ക് ത്രോട്ടിൽ നിന്ന് സ്വാബ് എടുക്കാം. നെയ്സൽ സ്വാബ് ഉണ്ട്, ഓറോഫാരിഞ്ചിയൽ സ്വാബ് ഉണ്ട്, നെയ്സോഫാരിഞ്ചിയൽ, ഇയർ സ്വാബ്, ഐ സ്വാബ്, അതുപോലെ തന്നെ ഹൈ വെജൈനൽ സ്വാബും സെർവിക്കൽ സ്വാബും, അതുപോലെ ഇതൊന്നും കൂടാതെ വേറെ ഒരുപാട് സ്വാബുകളും വരുന്നുണ്ട്.
അപ്പൊ നമുക്ക് ബ്ലഡ് ഉണ്ടാവും, യൂറിൻ ഉണ്ട്, സ്റ്റൂൾ ഉണ്ട്, പസ്, സ്പ്യൂട്ടം, CSF, നമ്മളെ ബാക്കിയുള്ള എല്ലാ സാമ്പിൾസുകളും, ഇതുകൂടാതെ ഒരുപാട് ടൈപ്പ് സ്വാബുകളും നമ്മൾ വൈറൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് സ്പെസിമെൻ ആയിട്ട് വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കിപ്പോ ഇത്രയും നേരം നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഓടിച്ചിട്ടിട്ട് പോവാം. അപ്പൊ നമ്മൾ വൈറൽ ഡിസീസസിന്റെ ലബോറട്ടറി ഡയഗ്നോസിസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വൈറൽ ഡിസീസസ് ഡയഗ്നോസ് ചെയ്യുന്നത്? ഒരു ആന്റിവൈറൽ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലഡ് ഡോണേഴ്സിന് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട്, എപ്പിഡമിക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്, സർട്ടൻ മെഷേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു വൈറൽ ഡയഗ്നോസിന്റെ കീ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്പെസിമിനെ സെലക്ട് ചെയ്ത് കളക്ട് ചെയ്യുക, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, സ്റ്റോറേജ് ചെയ്യുക, ലബോറട്ടറി എക്സാമിനേഷൻ ചെയ്യുക, പിന്നെ ഇന്റർപ്രിട്ടേഷൻസ് ആൻഡ് റിസൾട്ട്. ഇതാണ് ഇതിന്റെ ഒരു കീ സ്റ്റെപ്പ് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? പേഷ്യന്റിന് ഹാമും ഡിസ്കംഫോർട്ടും ഒന്നും കോസ് ചെയ്യാതിരിക്കുക, അപ്രോപ്രിയേറ്റ് സൈറ്റിൽ നിന്ന് മാത്രം സാമ്പിളിനെ കളക്ട് ചെയ്യുക, കറക്റ്റ് ടൈമിലും അപ്രോപ്രിയേറ്റ് ഡിവൈസും യൂസ് ചെയ്തിട്ട് സ്പെസിമെനെ കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ അതൊരു അപ്രോപ്രിയേറ്റ് ഒരു സഫീഷ്യന്റ് ക്വാണ്ടിറ്റിയിൽ ആ ഒരു സ്പെസിമെൻ ഉണ്ടായിരിക്കണം. പിന്നെ ആന്റി മൈക്രോബിയൽ തെറാപ്പി കൊടുക്കണക്കാട്ടും മുമ്പായിട്ട് ഈ ഒരു വൈറൽ ഡയഗ്നോസിസ് ചെയ്യണം. ലേബലിംഗ് ഒക്കെ കറക്റ്റ്ലി ചെയ്യണം. പിന്നെ നമ്മൾ എങ്ങനെയാണ്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്പെസിമെനെ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്പെസിമെൻസ് ഉണ്ട്? ബ്ലഡ് കൾച്ചറിന് വേണ്ടിയിട്ടും സിറോളജിക്ക് വേണ്ടിയിട്ടും, പിന്നെ അതർ കോമൺ ആയിട്ടുള്ള സ്പെസിമെൻ ഏതൊക്കെയാന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ലബോറട്ടറി എക്സാമിനേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ്, ഈ ഒരു ബോക്സ് ഞാൻ ഇപ്പൊ ഈ കൊടുക്കുന്ന അടുത്ത സ്ലൈഡുകളിൽ വരുന്ന ഈ ബോക്സസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നതുണ്ട്, വൈറൽ ആന്റിജൻസിനെ ഡിറ്റക്ട് ചെയ്യുന്നതുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡിനെ ഡിറ്റക്ട് ചെയ്യുന്നതുണ്ട്, മോളിക്യുലാർ മെത്തേഡ്സ് ഉണ്ട്, പിന്നെ വൈറസിന്റെ ഐസൊലേഷൻ ടെക്നിക്കുകളും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ലബോറട്ടറി ഡയഗ്നോസിസിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു വൈറൽ ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് വൈറൽ ഡിസീസസ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് വൈറസ്. ഡയറക്റ്റ് ഡെമോൺസ്ട്രേഷനിൽ ഏതൊക്കെയാ വരുന്നത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ഇമ്മ്യൂണോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ഫ്ലൂറസൻ മൈക്രോസ്കോപ്പി, അതുപോലെ തന്നെ ലൈറ്റ് മൈക്രോസ്കോപ്പിയും വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട് കേട്ടോ. പിന്നെ വൈറൽ ആന്റിജൻസിൽ നമ്മൾ ഇലൈസ, ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസെന്റ്, ഇമ്മ്യൂണോക്രോമറ്റോഗ്രഫി, ഫ്ലോ ത്രൂ എസ്സേ കാര്യങ്ങളൊക്കെ വഴി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വൈറൽ ആന്റിജൻസിനെ ഡിറ്റക്ട് ചെയ്യുന്നതുണ്ട്. പിന്നെ സ്പെസിഫിക് ആന്റിബോഡി ഡിറ്റക്ഷൻസ് ഉണ്ട് കേട്ടോ. എലൈസ, ഫ്ലോ ത്രൂ അസേസും ന്യൂവർ ഡൈന്യൂട്രലൈസേഷൻ ടെസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതിൽ കൺവെൻഷണൽ ടെക്നിക്സും ന്യൂവർ ഡയഗ്നോസ്റ്റിക് ഫോർമാറ്റ്സുകളായിട്ട് പഠിക്കാനുണ്ട്. പിന്നെ മോളിക്യുലർ മെത്തേഡ്സ് ഏതൊക്കെയാണ്? ന്യൂക്ലിക് ആസിഡ് പ്രോബ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് DNA and RNA by hybridization, PCR for DNA detection by amplification, reverse transcriptase PCR for RNA detection, real-time PCR for DNA qualification, real-time RT-PCR for RNA qualification. അപ്പോൾ ഇതൊക്കെയാണ് മോളിക്യുലർ മെത്തേഡ്സിൽ വരുന്നത്. പിന്നെ വരുന്നത് വൈറസ് ഐസൊലേഷൻ ആണ്. ദാറ്റ് ഈസ് ബൈ എനിമൽ ഇനോക്കുലേഷൻ, എംബ്രിയോണേറ്റഡ് എനിമൽ ഇനോക്കുലേഷൻ, അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചേഴ്സിൽ വരുന്നതാണ് ഓർഗൻ കൾച്ചർ, എക്സ്പ്ലാന്റ് കൾച്ചർ, അതുപോലെ തന്നെ സെൽ ലൈൻ കൾച്ചർ. സെൽ ലൈൻ കൾച്ചറിൽ വരുന്നതാണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് കണ്ടിന്യൂസ് സെൽ ലൈൻസുകൾ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്കിപ്പോ നമ്മളെ ബോക്സസിൽ ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? ഡിറ്റക്ഷൻ ഓഫ് ഡയറക്റ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് വൈറസ് ആണ്. വൈറസിന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. ഏതൊക്കെ മെത്തേഡ് വഴിയാണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ഇമ്മ്യൂണോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ഫ്ലൂറസൻ മൈക്രോസ്കോപ്പി, ലൈറ്റ് മൈക്രോസ്കോപ്പി. ഈ പേരിൽ തന്നെ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് വൈറസിനെ കണ്ടുപിടിക്കാം. ഇമ്മ്യൂണോ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണോ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് എന്താണ്?
ആന്റിബോഡി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ വൈറസിനെ ഡിറ്റക്ട് ചെയ്യാം. ഫ്ലൂറസെന്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഫ്ലൂറസെന്റ് ഡൈ ആഡ് ചെയ്തിട്ട് നമ്മൾ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ കൂടെ വൈറസിനെ കണ്ടുപിടിക്കുന്നു. പിന്നെ ലൈറ്റ് മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താ നമ്മൾ സാധാ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കൂടെ വൈറൽ ഡെമോൺസ്ട്രേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഡയറക്റ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് വൈറസിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഡയറക്റ്റ് ഡിറ്റക്ഷൻ ഫ്രം സ്പെസിമെൻ. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് വൈറസുകൾ. ഇപ്പൊ സാധാ ഒരു ബാക്ടീരിയയിൽ നിന്ന് ഒരുപാട് ബാക്ടീരിയനെ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ആർട്ടിഫിഷ്യൽ കൾച്ചറൽ മീഡിയ ഉണ്ടാക്കുന്നു, വൈറസിനെ അതിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് വളർത്തിയെടുക്കുന്നു, വളരെ സിമ്പിൾ. അതുപോലെ നമുക്ക് വൈറസുകളെ ഈ ബാക്ടീരിയനെ ഒരു ബാക്ടീരിയയിൽ നിന്ന് ഒരുപാട് ബാക്ടീരിയനെ നമ്മൾ വളർത്തിയെടുക്കുന്നത് പോലെ it is not that simple to cultivate viruses. Because എന്താണ് ഈ വൈറസുകൾ എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള ഇൻട്രാ സെല്ലുലാർ ഓർഗാനിസങ്ങളാണ്. അവർ ആർട്ടിഫിഷ്യൽ കൾച്ചറൽ മീഡിയത്തിൽ വളരില്ല അല്ലെ. ദീസ് വൈറസസ് ആർ ഡിഫിക്കൽട്ട് ടു കൾട്ടിവേറ്റ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ വൈറസുകളെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടാവും. ഓക്കെ. പിന്നെ നമ്മൾ ടിഷ്യൂ കൾച്ചറിനൊക്കെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ കൾട്ടിവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വൈറസുകളെ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ നമുക്ക് എങ്ങനെയാണ് വൈറസുകളെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ കൂടെ നമുക്ക് എങ്ങനെയാണ് വൈറസുകളെ ഡിറ്റക്ട് ചെയ്യാം? നമുക്കിപ്പോ ഒരു സ്പെസിമെനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പേഷ്യന്റ് വന്നു, നമ്മൾ ആ ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പേഷ്യന്റിന്റെ ഒരു സ്പെസിഫിക് സൈറ്റ് ഒക്കെ സെലക്ട് ചെയ്ത് സാമ്പിൾ ഒക്കെ കളക്ട് ചെയ്തിട്ടാ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്തു, നല്ല രീതിയിൽ സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഇപ്പോ നമ്മൾ ഫസ്റ്റ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ് നോക്കുന്നത്. ഈ ഒരു സ്പെസിമെനെ നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവ്ലി സ്റ്റെയിൻ ചെയ്യും. എന്ത് യൂസ് ചെയ്തിട്ട്? പൊട്ടാസ്യം ഫോസ്ഫോ ടങ്സ്റ്റേറ്റ് യൂസ് ചെയ്തിട്ട് ഈ സ്പെസിമെനെ നമ്മൾ നെഗറ്റീവ്ലി സ്റ്റെയിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ കൂടെ നമ്മൾ സ്കാൻ ചെയ്യും. മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. നമ്മൾ സ്പെസിമെനെ നെഗറ്റീവ്ലി സ്റ്റെയിൻ ചെയ്യാണ് യൂസിങ് പൊട്ടാസ്യം ഫോസ്ഫോ ടങ്സ്റ്റേറ്റ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റെയിൻ ഓർത്ത് വെക്കാം. പൊട്ടാസ്യം ഫോസ്ഫോ ടങ്സ്റ്റേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വൈറസുകളെ നെഗറ്റീവ്ലി സ്റ്റെയിൻ ചെയ്യുക, എന്നിട്ട് മൈക്രോസ്കോപ്പിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാം. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ഷേപ്പിൽ വൈറസുകളെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇപ്പൊ റാബീസ് വൈറസ് ആണെങ്കിൽ നമുക്ക് ബുള്ളറ്റ് ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. റോട്ട വൈറസ് ആണെങ്കിൽ വീൽ ഷേപ്പിൽ കാണാൻ പറ്റുന്നുണ്ടാവും. കൊറോണ വൈറസ് ആണെങ്കിൽ പെറ്റൽ ഷേപ്പിലും, അഡിനോ വൈറസ് ആണെങ്കിൽ സ്പേസ് വെഹിക്കിൾ ഷേപ്പിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, കാണാൻ പറ്റുന്നുണ്ടാവും. യു ക്യാൻ സി ദി ഇൻഫ്ലുവൻസ വൈറസസ്, യു ക്യാൻ സി ദ അഡിനോ വൈറസ്, കൊറോണ വൈറസ് ആൻഡ് റാബീസ് വൈറസ്. ഓക്കെ. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് നെഗറ്റീവ്ലി സ്റ്റെയിൻഡ് യൂസിങ് potassium phosphotungstate, which is then observed under the microscope. You can see viruses under different shape നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്മ്യൂണോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക. അപ്പൊ ഇമ്മ്യൂണോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ സെൻസിറ്റിവിറ്റിയും അതുപോലെ തന്നെ സ്പെസിഫിസിറ്റിയും നമുക്ക് എങ്ങനെ കൂട്ടാൻ പറ്റും? ഈ ഒരു സ്പെസിമെനിലേക്ക് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡിനെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സെഡിമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ്ലി സ്റ്റെയിൻ ചെയ്യുക. എന്നിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ ഇതുപോലെ ഒരു ഫിഗർ ആയിരിക്കും. നമുക്ക് ആന്റിബോഡി എന്ത് ചെയ്യും, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ആലോചിക്കുക, നമുക്ക് ഇന്നൊരു വൈറസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്, ഒരു പെർട്ടിക്കുലർ വൈറസിനെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളുടെ കൊറോണ വൈറസിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡിനെ നമ്മൾ ഈ ഒരു സാമ്പിളിലേക്ക് ആഡ് ചെയ്യണം. ഈ ഒരു സാമ്പിളിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും, എന്നിട്ട് നമ്മളത് സെൻട്രിഫ്യൂജ് ചെയ്യും. അപ്പൊ ഈ ആന്റിബോഡി എന്ത് ചെയ്യും, അതിന്റെ ആന്റിജനെ പോയിട്ട് ബൈൻഡ് ചെയ്യും അല്ലെ. അങ്ങനെ ബൈൻഡ് ചെയ്തു, അത് സെഡിമെന്റ്, എന്നിട്ട് നമ്മൾ ആ ഒരു സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അതിന്റെ സെഡിമെന്റ് എടുക്കണം. അപ്പൊ സെഡിമെന്റിൽ ഈ ഒരു ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സുകൾ ഫോം ചെയ്തിട്ടുണ്ടാവും.
എന്നിട്ട് ഈ ഒരു സ്പെസിമെനെ നമ്മൾ എന്ത് ചെയ്യും, ഫോസ്ഫോടങ്സ്റ്റേറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, പൊട്ടാസ്യം ഫോസ്ഫോടങ്സ്റ്റേറ്റ് യൂസ് ചെയ്തിട്ട് നെഗറ്റീവ്ലി സ്റ്റെയിൻ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിയുടെ അണ്ടറിൽ കൂടെ നോക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നുണ്ടാവുക, ഇതുപോലെ ആന്റിബോഡി ദാറ്റ് ആർ പെർട്ടിക്കുലർലി ബൗണ്ട് ടു ഇറ്റ്സ് ആന്റിജൻ വി ക്യാൻ സീ അണ്ടർ ദി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. മനസ്സിലായോ? ഇതാണ് ഇമ്മ്യൂണോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ ടു ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, ദാറ്റ് ഈസ് ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ് ടെക്നിക്കാണ്. നമ്മൾ ഈ ഒരു വൈറൽ പാർട്ടിക്കിൾസിനെ ക്ലിനിക്കൽ സാമ്പിൾസിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്, സെയിം പ്രിൻസിപ്പിൾ, സ്പെസിമെനെ നമ്മൾ സ്ലൈഡിൽ മൗണ്ട് ചെയ്യുന്നു, ദാറ്റ് ആർ പെർട്ടിക്കുലർലി സ്റ്റെയിൻഡ് വിത്ത് സ്പെസിഫിക് ആന്റിവൈറൽ ആന്റിബോഡി ദാറ്റ് ഈസ് ടാഗ്ഡ് വിത്ത് ഫ്ലൂറസെന്റ് ഡൈ ആൻഡ് വ്യൂഡ് അണ്ടർ. അപ്പൊ നമ്മൾ ഈ ഒരു സ്പെസിമെനെ ഈ ഒരു സ്ലൈഡിൽ മൗണ്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്യാം, ഒരു ഫ്ലൂറസെന്റ് ഡൈ യൂസ് ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്യാം, ദാറ്റ് ആർ സ്പെസിഫിക്കലി ടാഗ്ഡ് വിത്ത് ആന്റിബോഡി ടാഗ്ഡ് ആയിട്ടുള്ള ഫ്ലൂറസെന്റ് ഡൈ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യാം. ഇപ്പൊ നമ്മളൊരു ഒരു സ്ലൈഡ് പിടിക്കുകയാണ്, ഈ ഒരു സ്ലൈഡിൽ സ്പെസിമെൻ ഉണ്ടാവും അല്ലെ. ഈ സ്പെസിമെന് ഈ സ്പെസിമെനിൽ എന്താ ഉള്ളത്, നമുക്ക് വേണ്ടിയിട്ടുള്ള ആന്റിജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഈ ഒരു സ്പെസിമെൻ ആണ്. അതിലേക്ക് നമുക്ക് അതിനോട് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡി ദാറ്റ് ആർ പെർട്ടിക്കുലർലി ടാഗ്ഡ് വിത്ത് ഫ്ലൂറസെന്റ് ഡൈ, ഈ ഫ്ലൂറസെന്റ് ഡൈ യൂസ് ചെയ്തിട്ട് ടാഗ് ചെയ്തിട്ടുള്ള ആന്റിബോഡിനെ ആഡ് ചെയ്യാണ്, ഒരു ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യാണ് അല്ലെ. അപ്പൊ ഫ്ലൂറസെന്റ് ഡൈ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഫ്ലൂറസെൻസ് വഴി നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ വൈറസിനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് എന്ത്, ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി. നെക്സ്റ്റ് ഇതിന്റെ ഒരു ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത് കേട്ടോ. നമുക്ക് റാബീസിനെ ഡയഗ്നോസ് ചെയ്യാം ഇൻ സ്കിൻ ബയോപ്സീസ് ഫ്രം എന്തൊക്കെ സ്പെസിമെനിൽ നിന്ന്, സ്കിൻ ബയോപ്സിയിൽ നിന്ന്, കോർണിയൽ സ്മിയേഴ്സ് ഓഫ് ഇൻഫെക്റ്റഡ് പേഷ്യൻസ്. പിന്നെ നമുക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടല്ലോ, കോസ്ഡ് ബൈ ഇൻഫ്ലുവൻസ, റൈനോ വൈറസ്, റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, RSV എന്നൊക്കെ പറയില്ലേ, അഡിനോ വൈറസ്, ഹെർപ്പീസ് വൈറസ്, and can be carried out by adding specific antibodies to each of the. അപ്പൊ ഈ ഒരു വൈറസുകൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡി ആഡ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും, റാപ്പിഡ് ഡയഗ്നോസിസ് ഓഫ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ്. പിന്നെ നമുക്ക് അഡിനോ വൈറസിനെ ഡിറ്റക്ട് ചെയ്യാം, എന്ത് സാമ്പിളിൽ നിന്ന്, കൺജക്ടൈവൽ സ്മിയേഴ്സിൽ നിന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇപ്പൊ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വൈറസുകളെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്, ഓരോ വൈറസുകളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ടാവും, മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് റാബീസിന് ഇന്ന സ്പെസിമെൻ എടുത്തെന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു റാബീസ് വൈറസിന്റെ ഒരു മോഡ് ഓഫ് പെത്തോജനിസിസും അതിന്റെ ആ ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനും അതിന്റെ ഒരു റെപ്ലിക്കേഷൻ അതൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഒരു മോർഫോളജി ഒക്കെ വഴി അത്രയും നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് തന്നെ ഇതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് പോവാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലൈറ്റ് മൈക്രോസ്കോപ്പി. നമുക്ക് സാധാ മൈക്രോസ്കോപ്പിൽ കൂടെ ഒരു സ്പെസിമെന് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വൈറസുകളെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വൈറൽ ഡയഗ്നോസിസിൽ ലൈറ്റ് മൈക്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മളുടെ ഒരു ടിഷ്യൂ സെക്ഷൻ എടുത്തിട്ട് ഹിസ്റ്റോപെത്തോളജിക്കൽ സ്റ്റെയിൻ ചെയ്തു, എന്നിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻക്ലൂഷൻ ബോഡീസിനൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഇൻക്ലൂഷൻ ബോഡീസിനൊക്കെ ഡിറ്റക്ട് ചെയ്താൽ നമുക്ക് സർട്ടൻ വൈറൽ ഇൻഫെക്ഷൻസിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇപ്പൊ ഓരോ വൈറസുകൾ പഠിക്കുമ്പോൾ ഓരോ വൈറസുകൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻക്ലൂഷൻ ബോഡീസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, വൈറൽ ഡയഗ്നോസിസ് നടത്താൻ പറ്റുന്നുണ്ടാവും. ആ ഒരു കാരണത്താലാണ് നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പി ഒരു വൈറൽ ഡയഗ്നോസിസിൽ യൂസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. The next one is immunoperoxidase staining ആണേ. ഇപ്പൊ ഡയറക്റ്റ് ഡെമോൺസ്ട്രേഷനിൽ immunoperoxidase staining എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടിഷ്യൂ സെക്ഷൻസ് viral antigens that are particularly stained using antibodies
ഇപ്പൊ നമ്മൾ ടിഷ്യൂ സെക്ഷൻ അല്ലെങ്കിൽ സെൽസിന്റെ മേലെ എന്തുണ്ടാവും? വൈറൽ ആന്റിജൻസ് ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെയിൻ ചെയ്യുന്നത്? ആന്റിബോഡീസ് ദാറ്റ് ആർ ടാഗ്ഡ് വിത്ത് ഹോഴ്സ് റാഡിഷ് പെറോക്സിഡേസ്. ഓക്കെ, ഫോളോയിങ് വിച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് എ കളറിംഗ് ഏജന്റ് ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിജൻ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള സെൽസിനെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടാവുക. അവിടെ ഒരു കളർ കോംപ്ലക്സ് ഫോം ചെയ്യും. അത് നമുക്ക് എന്ത് ചെയ്യും? ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കൂടെ കണ്ടുപിടിക്കാം. ഇതൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ആന്റിജനെ ഡിറ്റക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ആന്റിജനെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രോ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുകയാണ്. ഈ ഒരു സാമ്പിളിനെ നമ്മൾ സ്റ്റെയിൻ ചെയ്യും യൂസിങ് പൊട്ടാസ്യം ഫോസ്ഫോ ടങ്സ്റ്റേറ്റ്. അത് യൂസ് ചെയ്ത് ഡയറക്റ്റ്ലി നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുക. ഇനി അതിന്റെ സ്പെസിഫിറ്റി കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോൾ അതിൽ എന്ത് ചെയ്യും? അതിൽ കൂടെ നമ്മളൊരു ആന്റിബോഡിയും കൂടി ആഡ് ചെയ്യും. അപ്പൊ ആന്റിജൻ ആന്റിബോഡിനെ പോയിട്ട് ബൗണ്ട് ചെയ്യുമല്ലോ. ആ ഒരു സംഭവം നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. പിന്നെ അതിന് കുറച്ചുകൂടി നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്ലൂറസൻ മൈക്രോസ്കോപ്പി, ഈ ഒരു ആന്റിബോഡിയുടെ കൂടെ നമ്മളൊരു ഫ്ലൂറസൻ ഡൈയും കൂടി ആഡ് ചെയ്യാണ്. എന്നിട്ട് ഫ്ലൂറസൻ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത മെത്തേഡ് എളുപ്പമായി. പിന്നെ നമ്മൾ പറഞ്ഞത് ലൈറ്റ് മൈക്രോസ്കോപ്പിയാണ്. ലൈറ്റ് മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഹിസ്റ്റോപത്തോളജിക്കൽ സെക്ഷൻസ് ഒക്കെ നമ്മൾ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ വരുന്ന ഇൻക്ലൂഷൻ ബോഡീസ് ഒക്കെ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വൈറൽ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. അതുവഴി നമ്മൾക്ക് വൈറസിനെ കണ്ടുപിടിക്കുക. പിന്നെ ഇമ്മ്യൂണോ പെറോക്സിഡേസ് പറയുമ്പോൾ ഇവിടെ നമ്മൾ സ്പെസിമെനിലുള്ള ആന്റിജനെ ബൗണ്ട് ചെയ്യാൻ ആഡ് ചെയ്യുന്ന ആന്റിബോഡി ഉണ്ടല്ലോ, അതിന്റെ മേലെ നമ്മൾ ഹോഴ്സ് റാഡിഷ് പെറോക്സിഡേസ് കോട്ട് ചെയ്തിട്ടുണ്ടാവും, ടാഗ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ അത് ആഡ് ചെയ്യുന്നു. അതിന് പുറകെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുന്നു, ഒരു കളറിംഗ് ഏജന്റ് ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ഒരു കളർ കോംപ്ലക്സ് ഫോം ചെയ്യും. ആ ഒരു പ്രത്യേക കളർ കോംപ്ലക്സിനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഇമ്മ്യൂണോ പെറോക്സിഡേസ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ബോക്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So that is the direct demonstration of viruses by electron microscopy. ഇമ്മ്യൂണോ മൈക്രോസ്കോപ്പി നമ്മൾ പറഞ്ഞു നെഗറ്റീവ്ലി സ്റ്റെയിൻ ചെയ്തിട്ട് നോക്കുക. ഇമ്മ്യൂണോ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ്ലി സ്റ്റെയിൻ ചെയ്യാൻ മാത്രമല്ല, നമ്മൾ അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണോ ഒരു ആന്റിബോഡി ആഡ് ചെയ്യുന്നുണ്ട്. ഫ്ലൂറസൻ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൂറസൻ ഡൈയും ഉണ്ടാവും, ഫ്ലൂറസൻ മൈക്രോസ്കോപ്പും ഉണ്ടാവും. ഇതല്ലാണ്ട് എക്സ്ട്രാ ആയിട്ട് ലൈറ്റ് മൈക്രോസ്കോപ്പി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ? Histopathological tissue section that are particularly stained, and you can observe specific ആയിട്ടുള്ള inclusion bodies that are diagnostic for certain viral diseases. Okay, പിന്നെ immunoperoxidase പറഞ്ഞു. ഈ നെക്സ്റ്റ് വൺ ആണ് ഡിറ്റക്ഷൻ ഓഫ് വൈറൽ ആന്റിജൻസ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡിറ്റക്ഷൻ ഓഫ് വൈറൽ ആന്റിജൻസ്. ഓക്കെ, നമുക്ക് certain ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസിൽ ഇപ്പോ അതിന്റെ വൈറൽ ആന്റിജനെ ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് വൈറൽ ഡയഗ്നോസിസ് നടത്താം. ഇമ്പോർട്ടന്റ് ആയിട്ട് HBS ആന്റിജൻ ആൻഡ് HBE ആന്റിജൻ ഡിറ്റക്ഷൻ ഫോർ ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ, NS1 ആന്റിജൻ ഡിറ്റക്ഷൻ ഫോർ ഡെങ്കു വൈറസ്, P24 ആന്റിജൻ ഡിറ്റക്ഷൻ ഫോർ HIV വൈറസ്, റോട്ടവൈറസ് ആന്റിജൻ ഡിറ്റക്ഷൻ ഫ്രം ഡയേറിക് സ്റ്റൂൾ, cytomegalovirus specific PP65 antigen detection from serum. സോ ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് വരുന്നുണ്ടാവും. എന്താണ് ഈ HBS ആന്റിജൻ, HBE ആന്റിജൻ, NS1 ആന്റിജൻ, P24 ആന്റിജൻ, കുറെ ആന്റിജൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ ഓരോ വൈറസുകളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ എന്താണ് ഈ ആന്റിജൻസും ഈ ഒരു സാമ്പിളിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യുന്നതിനുള്ള ഒരു കോറിലേഷനും റിലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഓരോ വൈറൽ ആന്റിജൻ ഡിറ്റക്ഷൻസ് നമുക്ക് സാമ്പിൾസിൽ നിന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് ആ ഒരു സ്പെസിഫിക് വൈറൽ ഡിസീസസിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. പിന്നെ പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് വൈറൽ ആന്റിബോഡീസ് ആണ്. അപ്പൊ നമുക്ക് ആന്റിബോഡി ഡിറ്റക്ഷൻ ഫ്രം സെറം ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഇൻ ഡയഗ്നോസ്റ്റിക് വൈറോളജി. ഓക്കെ, appearance of IgM antibody or a fourfold rise of titer of IgG antibody indicate recent ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്. അപ്പൊ IgM ആന്റിബോഡി അല്ലെങ്കിൽ IgG ആന്റിബോഡിയുടെ റൈസ് ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റീസെന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണ്. Presence of IgG antibody
വിത്തൗട്ട് എ റീസെന്റ് റൈസ് ഇൻഡിക്കേറ്റ് ക്രോണിക് അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഫെക്ഷൻ. പിന്നെ ഒരുപാട് ന്യൂവർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഉണ്ട്, എലൈസ, ഫ്ലോ ത്രൂ അസേ ഒക്കെ പോലെ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു എലൈസിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ anti-HBC, ഇപ്പൊ ആന്റിജൻ എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ HBS ആന്റിജൻ എന്ന് പറയില്ലേ, അപ്പൊ അതിനെതിരായിട്ടുള്ള ആന്റിബോഡിയാണ് anti-HBS, അല്ലെങ്കിൽ HBE ആന്റിജനെതിരായിട്ട് anti-HB. ഈ ഒരു anti-HBE, anti-HBS, anti-HBC, ഇപ്പൊ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷന് വേണ്ടിയിട്ട് anti-hepatitis C ആന്റിബോഡി, അതുപോലെ തന്നെ HIV-1 HIV-2 എതിരെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ഡിറ്റക്ഷൻസ്, ആന്റി ഡെങ്കു IgM ആന്റിബോഡീസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ഒരു ന്യൂവർ ഡയഗ്നോസ്റ്റിക് ഫോർമാറ്റ്സ് വഴി നമുക്ക് വൈറൽ ആന്റിബോഡീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഫ്രം ദി സെറം. ഓക്കെ ഓക്കെ പിന്നെ കൺവെൻഷണൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആണ് നമ്മൾ ലെസ് കോമൺലി ആണ് ഇപ്പൊ നവഡേയ്സ് അത് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഫോർ എക്സാമ്പിൾ ഹെട്രോഫൈൽ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, പോൾ ബേർണൽ ടെസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ എപ്സ്റ്റീൻ ബാർ വൈറസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് പോൾ ബേർണൽ ടെസ്റ്റ്. ഇതൊക്കെ ഒരു കൺവെൻഷണൽ ടെക്നിക്കാണ്. പിന്നെ ഹീമഗ്ലൂട്ടിനേഷൻ ഇൻഹിബിഷൻ ടെസ്റ്റ് നമ്മൾ ഇൻഫ്ലുവൻസ വൈറസിനും അതുപോലെ തന്നെ ആർബോ വൈറസിനൊക്കെ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ന്യൂട്രലൈസേഷൻ ടെസ്റ്റുകൾ ഉണ്ട്, കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ് നമ്മൾ പോളിയോ വൈറസുകൾക്കും ആർബോ വൈറസുകൾക്കും റാബീസ് വൈറസ് ഇൻഫെക്ഷനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ അപ്പൊ ഇതാണ് കൺവെൻഷണൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കിൽ വരുന്നത്. പിന്നെ മോളിക്കുലർ മെത്തേഡ്സിലാണ്, മോളിക്കുലർ മെത്തേഡാണ് ഇപ്പം ഇത്രയും അധികം മെത്തേഡ്സ് ഉണ്ടാലും ഏറ്റവും സ്പെസിഫിക്കും ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള നമുക്ക് ക്യുക്കർ ആയിട്ട് റിസൾട്ട് കിട്ടുന്നത് കൾച്ചറിനെക്കാട്ടി എല്ലാ ടെസ്റ്റിനെക്കാട്ടിയും ഏറ്റവും സ്പെസിഫിക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് മോളിക്കുലർ മെത്തേഡ്സ്. ഏതൊക്കെയാണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ PCR അല്ലെ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, മൾട്ടിപ്ലെക്സ് PCR, അതുപോലെ തന്നെ ബയോഫയർ ഫിലിം അറേ, റിയൽ ടൈം PCR, RT-PCR എന്നൊക്കെ പറയില്ലേ. സോ ഇതാണ് ഏറ്റവും സെൻസിറ്റീവും സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ്. ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ലബോറട്ടറി ഡയഗ്നോസിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളോ ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. ലബോറട്ടറി ഡയഗ്നോസിസിൽ ഡയറക്റ്റ് ഡെമോൺസ്ട്രേഷൻ പറഞ്ഞു, ആന്റിജൻ ഡിറ്റക്ഷൻ കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ വേരിയസ് ഫോർമാറ്റ്സ് എലൈസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആന്റിജനെ ഡിറ്റക്ട് ചെയ്യുക, സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡി ഡിറ്റക്ഷൻ ഉണ്ട്, അതിൽ കൺവെൻഷണൽ ടെക്നിക്കും ഉണ്ട് ന്യൂവർ ടെക്നിക്കും ഉണ്ട്. ഈ കൺവെൻഷണൽ ടെക്നിക് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വല്ലാണ്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക് അല്ല. പിന്നെ ന്യൂവർ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കിൽ ഏതൊക്കെയെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇനി ഓരോ വൈറസുകൾ ഏത് ടെക്നിക്ക് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ അപ്പൊ നമുക്ക് ഡയറക്ട്ലി ഡിറ്റക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് പറഞ്ഞു, ദാറ്റ് ഈസ് യൂസിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് വൈറസുകളെ ഷേപ്പുകൾ എങ്ങനെയൊക്കെ ആയിട്ടാണ് കാണുന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ എന്താണ് ഇമ്മ്യൂണോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്നുള്ള കാര്യം, ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് എങ്ങനെ വൈറസുകളെ ഡിറ്റക്ട് ചെയ്യാം, അതിന്റെ ഒരു ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ, ഇൻക്ലൂഷൻ ബോഡീസിനെ ഡിറ്റക്ട് ചെയ്തിട്ട് വൈറൽ ഡയഗ്നോസിസ്, ഇമ്മ്യൂണോ പെറോക്സിഡേസ് സ്റ്റെയിനിങ്, വൈറൽ ആന്റിജൻസിനെ ഡിറ്റക്ട് ചെയ്യുക, ഫോർ എക്സാമ്പിൾ HBS, HBE ആന്റിജൻ, NS1 ആന്റിജൻ, P24 ആന്റിജൻ ഫോർ HIV, റോട്ട വൈറസിന്റെ ആന്റിജൻ, സൈറ്റോമെഗാലോ വൈറസ് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിജൻ ഡിറ്റക്ഷൻ ഒക്കെ കേട്ടോ. പിന്നെ നമ്മള് വൈറൽ ആന്റിബോഡി ഡിറ്റക്ഷൻ പറഞ്ഞു, അതിലെല്ലാം നമ്മൾ ന്യൂവർ ഡയഗ്നോസ്റ്റിക് ഫോർമാറ്റ്സും ഏതൊക്കെയാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ കൺവെൻഷണൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കുകൾ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു, ദാറ്റ് ഈസ് ഹെട്രോഫൈൽ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, പോൾ ബേർണൽ ടെസ്റ്റ്, ഹീമഗ്ലൂട്ടിനേഷൻ ഇൻഹിബിഷൻ അസേസ്, ന്യൂട്രലൈസേഷൻ ടെസ്റ്റ്, കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ. പിന്നെ മോളിക്കുലർ മെത്തേഡ് ആണ് മോസ്റ്റ് സ്പെസിഫിക്കും സെൻസിറ്റീവ് എന്നുള്ള കാര്യം പറഞ്ഞു, അതിൽ വരുന്ന ഏതൊക്കെ ടെസ്റ്റുകളാന്നുള്ള കാര്യവും പറഞ്ഞു കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് വൈറസിന്റെ ഐസൊലേഷൻ ഓഫ് വൈറസസ്. ഓക്കെ അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം വൈറസുകളെ നമുക്ക് ആർട്ടിഫിഷ്യൽ കൾച്ചറൽ മീഡിയത്തിൽ
ഗ്രോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആർട്ടിഫിഷ്യൽ കൾച്ചറൽ മീഡിയത്തിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ വൈറസുകളെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എയ്തർ ബൈ എനിമൽ ഇനോക്കുലേഷൻ, എഗ് ഇനോക്കുലേഷൻ അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ. ഈ ഒരു 3 മെത്തേഡാണ് വൈറൽ ഐസൊലേഷനിൽ വരുന്നത്. ഓക്കെ, നമുക്ക് 3 മെത്തേഡാണ് ദാറ്റ് ഈസ് വൈറസിന്റെ ഐസൊലേഷനിൽ വരുന്നത്. എനിമൽ ഇനോക്കുലേഷൻ, എഗ് ഇനോക്കുലേഷൻ ആൻഡ് ടിഷ്യൂ കൾച്ചർ, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എഗ് ഇനോക്കുലേഷൻ ഒക്കെ കേട്ടാ. അപ്പൊ ബീയിങ് ലേബർ ഇന്റൻസീവും അതുപോലെ തന്നെ ടെക്നിക്കലി ഡിമാൻഡിങ്ങും അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ്ങും ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡയഗ്നോസ്റ്റിക് വൈറോളജിയിൽ ഇത് റുട്ടീൻലി ചെയ്യുന്ന ഒരു കൾട്ടിവേഷൻ മെത്തേഡ്സ് അല്ല ഈ എനിമൽ ഇനോക്കുലേഷൻ, എഗ് ഇനോക്കുലേഷൻ, ടിഷ്യൂ കൾച്ചേഴ്സ്. നമ്മൾ നോർമലി ഇപ്പൊ ഒരു വൈറസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ either ബൈ മോളിക്കുലർ മെത്തേഡ് വിച്ച് ഇസ് വെരി സ്പെസിഫിക് ആൻഡ് സെൻസിറ്റീവ് അല്ലെ. ഒന്നെങ്കിൽ നമ്മൾ അത് ചെയ്യുക കൂടുതലും, അല്ലെങ്കിൽ ബേസിക് ആയിട്ടില്ലെങ്കിൽ ആന്റിജൻ അല്ലെങ്കിൽ ആന്റിബോഡി ഡിറ്റക്ഷൻ. ഇതാണ് നമ്മൾ ലാബിലൊക്കെ റുട്ടീൻലി ചെയ്യുന്ന ഒരു മെത്തേഡ്സ്. ഈ ഒരു കൾട്ടിവേഷൻ മെത്തേഡ്സ് എന്നൊക്കെ പറയണത് ഒരുപാട് ടൈം കൺസ്യൂമിങ്ങും അതുപോലെ തന്നെ ലേബർ ഇന്റൻസീവ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ദീസ് ആർ നോട്ട് റുട്ടീൻലി ഡൺ ഇൻ ദ ഡയഗ്നോസ്റ്റിക് വൈറോളജി. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യേണ്ടത് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യണം. ഉടനെ തന്നെ ലബോറട്ടറിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഈ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തും ഇത് എന്തായിരിക്കണം, ഈ ഒരു സാമ്പിള് റെഫ്രിജറേഷനിലായിരിക്കണം. ഓക്കെ, റെഫ്രിജറേഷൻ ഈസ് എസെൻഷ്യൽ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ. കാരണം എന്തുകൊണ്ടാണ്, മോസ്റ്റ് ഓഫ് ദ വൈറസസുകൾ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ലെബൈലാണ്. ഓക്കെ, ഇപ്പൊ വൈറസ് ഐസൊലേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, വൈറസുകൾ നമുക്ക് ആർട്ടിഫിഷ്യൽ കൾച്ചറൽ മീഡിയയിൽ ഗ്രോ ചെയ്യാൻ പറ്റാത്തത് കാരണം നമ്മൾ വൈറസിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബൈ എനിമൽ ഇനോക്കുലേഷൻ, എഗ് ഇനോക്കുലേഷൻ ഓർ ടിഷ്യൂ കൾച്ചർ. ഈ 3 കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട് കേട്ടോ. ഫർദർ സ്ലൈഡ്സിൽ നമ്മൾ നോക്കും. ഓക്കെ, പക്ഷേ ഈ ഒരു 3 മെത്തേഡ്സുകളും ലേബർ ഇന്റൻസീവും ടൈം കൺസ്യൂമിങ്ങും അതുപോലെ തന്നെ ടെക്നിക്കലി ഡിമാൻഡിങ് ആയതുകൊണ്ട് തന്നെ വൈറസുകളെ ഈ ഒരു ഡയഗ്നോസ്റ്റിക് വൈറോളജിയിൽ നമ്മൾ റുട്ടീൻലി യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സ്പെസിമെൻസ് കളക്ട് ചെയ്താൽ ഇമീഡിയറ്റ്ലി തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യണം. ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് ബൈ റെഫ്രിജറേഷൻ ആയിരിക്കണം. കാരണം മോസ്റ്റ് ഓഫ് ദ വൈറസുകളും ഹീറ്റ് ലെബൈലാണ്. ഈ ഒരു സ്ലൈഡിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനിമൽ ഇനോക്കുലേഷനെ കുറിച്ചിട്ട് നോക്കാം. എന്താണ് എനിമൽ ഇനോക്കുലേഷൻ? നമുക്ക് ഓൾറെഡി അറിയാം, വൈറസസ് ദാറ്റ് ആർ നോട്ട് ഏബിൾ ടു കൾട്ടിവേറ്റഡ് ഇൻ എംബ്രിയോണേറ്റഡ് എഗ് ഓർ ടിഷ്യൂ കൾച്ചേഴ്സ് ആർ കൾട്ടിവേറ്റഡ് ഇൻ ലബോറട്ടറി അനിമൽസ് സച്ച് ആസ് മൈസ്, ഗിനി പിഗ്, ഹാംസ്റ്റർ ആൻഡ് റാബിറ്റ്സ് ആർ യൂസ്ഡ്. ഇപ്പോൾ എംബ്രിയോണേറ്റഡ് എഗ്ഗിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ വഴി കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്ത വൈറസുകളെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ബൈ എനിമൽ ഇനോക്കുലേഷൻ ആണ്. ഏതൊക്കെ എനിമൽസിനെ നമ്മൾ യൂസ് ചെയ്യാം? മൈസ്, ഗിനി പിഗ്, ഹാംസ്റ്റർ, റാബിറ്റ്സിനൊക്കെയാണ് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന എനിമൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഹെൽത്തി ആയിരിക്കണം, ഫ്രീ ഫ്രം എനി കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇവര് ഇപ്പൊ നമ്മളിപ്പോ എനിമലിന് ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ഡിസീസസും ഇല്ലാത്ത എനിമൽസിലായിരിക്കണം നമ്മൾ ഈ ഒരു വൈറസിന് ഇനോക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ മൈസിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു മൈസ് പറയുമ്പോൾ ലെസ് ദാൻ 48 hours ഓൾഡ് ആയിരിക്കണം നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു മൈസുകൾ എന്ന് പറയുമ്പോൾ ദേ ആർ സസെപ്റ്റിബിൾ ടു ടോഗ വൈറസ്, കോക്സാക്കി വൈറസസ്, ഓക്കെ, വിച്ച് ആർ ഇനോക്കുലേറ്റഡ് ബൈ ഇൻട്രാസെറിബ്രൽ ആൻഡ് ഇൻട്രാനേസൽ റൂട്ട്. ഓക്കെ, നമ്മളിപ്പോ ഓരോ എനിമൽസിന്റെ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മൾ ഏത് വൈറസിനെയാണോ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എനിമലിലെ ഏതൊരു സൈറ്റിലാണ് ഇനോക്കുലേഷൻ ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഇനോക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വൈറസ് എന്ത് ചെയ്യും, അവരുടെ ബോഡിയിലും നമ്മുടെ മനുഷ്യന്മാരുടെ ശരീരത്തിൽ വൈറസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഡിസീസ് ഉണ്ടാക്കും അല്ലെ. അതേപോലെ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, മൈസിന്റെ ബോഡിയിലും അവർ നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരുടെ ബോഡിയിലും ഡിസീസസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു എനിമൽസിനെ ഒബ്സർവ് ചെയ്യാണ് ചെയ്യുക ഫോർ ദ സിംറ്റംസ് ഓഫ് ഡിസീസസ് ആൻഡ് ഡെത്ത്. അവർക്ക് എന്തൊക്കെ ഡിസീസസ് ആണ് ഈ ഒരു വൈറസ് കോസ് ചെയ്യുന്നത്, വെദർ ഇറ്റ് ലീഡ്സ് ടു ഡെത്ത് ഓർ നോട്ട്, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും.
ഓക്കെ. എന്നിട്ട് നമ്മൾ ഇവരുടെ ബോഡിയിൽ നിന്ന് ഈ ഒരു വൈറസിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു അനിമൽ ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞ സംഭവം സയന്റിസ്റ്റുകൾ ഫസ്റ്റ് ചെയ്തിരുന്നത് ഹ്യൂമൻ വോളണ്ടിയേഴ്സിൽ നിന്നാണ്. നമ്മൾ ഫസ്റ്റ് ഹ്യൂമനിൽ ഇൻട്രൊഡ്യൂസ് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു വൈറസുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വൈറസിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇനോക്കുലേറ്റ് ചെയ്തിട്ടുള്ള വൈറസ് എന്ന് പറയുന്നത് യെല്ലോ ഫീവർ വൈറസ് ആണ്. അത് ഇനോക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഹ്യൂമൻ വോളണ്ടിയറിലാണ്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബാക്ടീരിയയിൽ നിന്ന് ഒരുപാട് ബാക്ടീരിയനെ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കൊരു ആർട്ടിഫിഷ്യൽ കൾച്ചറൽ മീഡിയത്തിൽ ജസ്റ്റ് ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബാക്ടീരിയാസ് പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ എല്ലാ വൈറസുകൾ എന്ന് പറയുന്നത്, വൈറസുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിവിങ് ആയിട്ടുള്ള ഒരു സെല്ല് വേണം. അവരൊരു ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള ഇൻട്രാ സെല്ലുലാർ ഓർഗാനിസങ്ങളാണ്. അപ്പൊ അവർക്ക് ഒരു ഹോസ്റ്റിന്റെ പ്രസൻസിൽ മാത്രമാണ് ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറസുകളെ കുറിച്ച് അവരെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാനും അവരുടെ റെപ്ലിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടും അവരെ കുറിച്ച് പഠിക്കാനും അവരെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവരെ നമുക്ക് എന്തിനെങ്കിലും എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇനോക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം ഒക്കെ സയന്റിസ്റ്റുകൾ യൂസ് ചെയ്തിരുന്നത് ഹ്യൂമൻ വോളണ്ടിയേഴ്സിനെയാണ് ഈ ഒരു വൈറസിനെ ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹ്യൂമൻ വോളണ്ടിയേഴ്സിൽ ഇനോക്കുലേറ്റ് ചെയ്തിട്ടുള്ള വൈറസ് ആണ് യെല്ലോ ഫീവർ വൈറസ് പറയുന്നത്. പിന്നീടാണ് എന്ത് മനസ്സിലാവുന്നത്, അത് ഒരു ഹ്യൂമൻ ഹെൽത്തിനെ തന്നെ ഒരു ഡെത്ത് വരെ ഒക്കർ ചെയ്യാൻ പറ്റും, അല്ലെ? വൈറസുകൾക്ക് അത് ഭയങ്കര ഡേഞ്ചറസ് ആയതുകൊണ്ട് പിന്നീട് അത് മങ്കീസ് ആയിരുന്നു. പിന്നെ സയന്റിസ്റ്റുകൾ ചൂസ് ചെയ്തത് ആഫ്റ്റർ ഹ്യൂമൻ വോളണ്ടിയേഴ്സ് ദേ ചൂസസ് മങ്കീസ്. ഓക്കെ. പക്ഷെ ഈ ഒരു മങ്കീസുകളെ ഹാൻഡിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നുള്ളത്, ലബോറട്ടറി അനിമൽസ് ആയിട്ടുള്ള മൈസ്, ഗിനിപിഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് മൈസുകളാണ്. ദാറ്റ് ആർ പെർട്ടിക്കുലർലി ലെസ് ദാൻ 48 hours ഓൾഡ് ആയിട്ടുള്ള മൈസുകളെയാണ് ഏറ്റവും കൂടുതൽ അനിമൽ ഇനോക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ വൈറസുകളെ ദാറ്റ് ആർ നോട്ട് ഏബിൾ ടു കൾട്ടിവേറ്റ് ഇൻ എഗ്, അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചറിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്ത വൈറസുകളെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ബൈ അനിമൽ ഇനോക്കുലേഷനിലാണ്. നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന അനിമൽസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസ്, ഗിനിപിഗ്, ഹാംസ്റ്റർ, അതുപോലെ തന്നെ റാബിറ്റ്സ് ഒക്കെയാണ് മോസ്റ്റ് കോമൺലി അനിമൽ ഇനോക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഇങ്ങനെ ചൂസ് ചെയ്യുന്ന അനിമൽസ് പറയുമ്പോൾ ദേ ഷുഡ് ബി ഹെൽത്തി ആൻഡ് ഫ്രീ ഫ്രം എനി കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ലബോറട്ടറി അനിമൽസ് പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ ഇൻ സ്റ്റഡീസ് ഓഫ് വൈറൽ പത്തോജനിസസ്. ഫോർ എക്സാമ്പിൾ, ഒരു വൈറസ് നമ്മളെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് എന്തൊക്കെ പ്രോസസ്സ് വഴിയാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡിസീസ് വരുന്നത്, നമ്മളെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസുകളാണ് വരുന്നത്, ഈ ഒരു ഡിസീസസിന്റെ പത്തോജനിസിസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ലബോറട്ടറി അനിമൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മുടെ അനിമൽസ് ആയിട്ടുള്ള മങ്കീസ്, മൈസ്, റാബിറ്റ്സ്, ഗിനിപിഗ്, ഫെററ്റ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ കൾട്ടിവേറ്റിംഗ് വൈറസുകൾ. ഓക്കെ. ഈ ഫെററ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു മൈസ് കാറ്റഗറിയിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ നമ്മൾ മൈസ് ആണ് മോസ്റ്റ് വൈഡ്ലി എംപ്ലോയിഡ് ആയിട്ടുള്ള അനിമൽ എന്ന് പറയുന്നത് വൈറോളജിയിൽ. ഓക്കെ. സോ അനിമൽസിനെ നമുക്ക് എവിടെയൊക്കെയാണ് ഇനോക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇൻട്രാ സെറിബ്രൽ, ഇൻട്രാ പെരിട്ടോണിയൽ, സബ്ക്യൂട്ടേനിയസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇനോക്കുലേഷൻ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ സൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ വൈറസുകൾക്കും ഓരോ സൈറ്റുകളായിരിക്കും അതിന് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏത് വൈറസുകളെയാണ് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഓക്കെ. Now let's move on to the very important topic, that is egg inoculation. Okay. So embryonated eggs ആണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഫോർ വൈറസിന്റെ കൾട്ടിവേഷൻ ബൈ ഗുഡ് പാസ്ചർ ഇൻ 1931. പിന്നീട് ഈ ഒരു മെത്തേഡിനെ ഫർദർ ഡെവലപ്പ് ചെയ്തു ബൈ ബേർണറ്റ്. ഓക്കെ. ആദ്യം എംബ്രിയോണേറ്റഡ് ആയിട്ടുള്ള എഗ്സുകൾ നമ്മൾ യൂസ് ചെയ്തിരുന്നു. ഈ ഒരു വൈറൽ കൾട്ടിവേഷൻ മെത്തേഡ് വിച്ച് ആർ ഡിസ്ക്രൈബ്ഡ് ബൈ ഗുഡ് പാസ്ചർ ഇൻ 1931. ആ ഒരു മെത്തേഡിനെ ഫർദർ ഡെവലപ്പ് ചെയ്തത് ബേർണറ്റ് ആണ്. അപ്പൊ നമ്മൾ എംബ്രിയോണേറ്റഡ് ആയിട്ടുള്ള ഹെൻസ് എഗ് ഉണ്ടല്ലോ,
കോഴിയുടെ മുട്ടയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഗ് ഇനോക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു എഗ് എന്ന് പറയുന്നത് 7 to 12 days ഓൾഡ് ആയിട്ടുള്ള, ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു ഓൾഡ് ആയിട്ടുള്ള എഗ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നമ്മളൊരു എഗ്ഗിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എഗ്ഗിൽ എവിടെയാണ് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ 4 ഇമ്പോർട്ടൻറ്റ് സൈറ്റുകളാണുള്ളത്. ദാറ്റ് ഈസ് യോക്ക് സാക്ക് ഇനോക്കുലേഷൻ, അമ്നിയോട്ടിക് സാക്ക്, അലൻഡോയിക് സാക്ക് ആൻഡ് കൊറിയോ അലൻഡോയിക് മെംബ്രെയിൻ. ഈ ഒരു 4 സൈറ്റിൽക്കായിരിക്കും നമ്മൾ വൈറസുകളെ ഇനോക്കുലേറ്റ് ചെയ്യുക എഗ്ഗിൽ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്, എത്ര ഡേയ്സ് ഓൾഡ് ആയിട്ടുള്ള എഗ്ഗുകളെയാണ് നമ്മൾ യൂസ് ചെയ്യുക, 7 to 12 days ഓൾഡ് ഉള്ള എഗ്ഗിനെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഏതൊക്കെയാണ് എഗ്ഗിൽ ഇനോക്കുലേഷൻ സൈറ്റുകൾ? ഏതൊക്കെയാണ്? യോക്ക് സാക്ക്, അമ്നിയോട്ടിക് സാക്ക്, അലൻഡോയിക് സാക്ക്, അതുപോലെ തന്നെ കൊറിയോ അലൻഡോയിക് മെംബ്രെയിൻ. ഓക്കെ ആണോ? ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഈ സൈറ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് വരച്ച് തന്നെ നമ്മൾ പഠിക്കണം കേട്ടോ. ഇപ്പൊ ഇതിൽ ഈ ഒരു സൈറ്റ് ആണ് കൊറിയോ അലൻഡോയിക് മെംബ്രെയിൻ, അല്ലെങ്കിൽ CAM നമ്മൾ പറയും. ഈ ഒരു എഗ്ഗിന്റെ ഇതാണ് എംബ്രിയോ ഒന്നും ഇല്ലാത്തൊരു ഫ്രീ ആയിട്ടുള്ള സ്പേസ് കാണാൻ പറ്റുന്നുണ്ടോ? ദാറ്റ് ഈസ് പെർട്ടിക്കുലർലി നമ്മുടെ എയർ സാക്ക് ഇതാണ് കേട്ടോ. ഇതിന്റെ ഷെല്ല്. ഓക്കെ, ദിസ് ഇസ് ദ ഷെൽ മെംബ്രെയിൻ യു ക്യാൻ സീ, ആൻഡ് ദിസ് ഈസ് ദി അലൻഡോയിക് കാവിറ്റി. ഈ ഒരു സംഭവം കാണുന്നതാണ് അലൻഡോയിക് കാവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് യോക്ക് സാക്ക്. ഓക്കെ, അപ്പൊ ഏതൊക്കെ സൈറ്റുകളിലാണ് നമ്മൾ വൈറസിനെ ഇനോക്കുലേറ്റ് ചെയ്യുക? ദാറ്റ് ഈസ് കൊറിയോ അലൻഡോയിക് മെംബ്രെയിൻ, അലൻഡോയിക് കാവിറ്റി, യോക്ക് സാക്ക് ആൻഡ് അമ്നിയോട്ടിക് കാവിറ്റി. അപ്പൊ ഇത്രയും സൈറ്റുകളിലായിരിക്കും നമ്മൾ വൈറസുകളിലെ ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ 4 ഇമ്പോർട്ടൻറ്റ് സൈറ്റുകൾ എന്ന് പറയുന്നത് കൊറിയോ അലൻഡോയിക് മെംബ്രെയിൻ, അമ്നിയോട്ടിക് സാക്ക്, അലൻഡോയിക് കാവിറ്റി ആൻഡ് യോക്ക് സാക്ക്. ഇത് നമ്മുടെ എംബ്രിയോ ആണ് കേട്ടോ. ഇത് നമ്മളുടെ ഒരു ഹെന്നിന്റെ എഗ് ആയിട്ട് ഉദ്ദേശിക്കുക. അതിൽ ഫസ്റ്റ് ഫ്രീ ആയിട്ട് ഒരു കിടക്കുന്ന സ്പേസ് അതാണ് എയർ സാക്ക്. നമ്മളിപ്പോ ഇപ്പൊ തന്നെ ഈ ഒരു ഫിഗർ നോക്കിയിട്ട് ഇതിന്റെ ഒരു പാർട്ടുകളും എവിടെയാണ് കൊറിയോ അലൻഡോയിക് മെംബ്രെയിൻ, അലൻഡോയിക് കാവിറ്റി, അതുപോലെ തന്നെ ഏതാണ് യോക്ക് സാക്ക്, ഏതാണ് അലൻഡോയിക് ആംനിയോട്ടിക് കാവിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രൊസീജിയർ ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഇത് ഇട്ടിട്ടുള്ളത്. ഓക്കെ, യു ക്യാൻ സീ ഈ ഒരു വൈറസുകളെ നമ്മൾ ഒരു കൊറിയോ അലൻഡോയിക് മെംബ്രെയിനിൽ ഇനോക്കുലേറ്റ് ചെയ്യുന്ന ഒരു സൈറ്റ് കാണാം. അപ്പൊ കൊറിയോ അലൻഡോയിക് മെംബ്രെയിനിൽ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ്, പോക്സ് വൈറസ്, സാർക്കോമ വൈറസുകളൊക്കെ ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആംനിയോട്ടിക് കാവിറ്റിയിൽ നമ്മൾ ഇൻഫ്ലുവൻസ വൈറസ്, അതുപോലെ തന്നെ മംസ് വൈറസിനൊക്കെ ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, യോക്ക് സാക്കിൽ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് തന്നെയാണ് കേട്ടോ. പിന്നെ അലൻഡോയിക് കാവിറ്റിയിൽ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് ഫോർ ഇൻഫ്ലുവൻസ വൈറസ്, മംസ്, ന്യൂ കാസ്റ്റൽ ഡിസീസ്, ഏവിയൻ അഡിനോ വൈറസുകളൊക്കെ ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എഗ് ഇനോക്കുലേഷൻ എന്താന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് ആരാണ് ഈ ഒരു വൈറൽ കൾട്ടിവേഷൻ, എംബ്രിയോണേറ്റഡ് എഗ്ഗിൽ വൈറസ് കൾട്ടിവേഷൻ ഡിസ്ക്രൈബ് ചെയ്ത ആളാരായിരുന്നു, ഏത് വർഷത്തിലാണ്, നമുക്ക് എത്ര ഡേയ്സ് ഓൾഡ് ഉള്ള ഹെൻസ് എഗ് ആണ് യൂസ് ചെയ്യുക, ഏതൊക്കെ സൈറ്റിലാണ് നമ്മൾ വൈറസുകളെ ഇനോക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞു. ആ സൈറ്റുകളെ നമ്മൾ വരച്ചിട്ട് അതിന് മാർക്ക് ചെയ്തിട്ട് പഠിക്കണം. അതിനുശേഷം നമ്മൾ നോക്കുന്നത് ഓരോ സൈറ്റിൽ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ വൈറസുകളെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ കൊറിയോ അലൻഡോയിക് മെംബ്രെയിനിലാണെങ്കിൽ ഹെർപ്പിസ്, പോക്സ്, സാർക്കോമ. ആംനിയോട്ടിക് ഇനോക്കുലേഷൻ ആണെങ്കിൽ ഇൻഫ്ലുവൻസ, മംസ്. യോക്ക് സാക്കിൽ ഹെർപ്പിസ്. അലൻഡോയിക്കിലാണെങ്കിൽ ഇൻഫ്ലുവൻസ, മംസ്, ഏവിയൻ അഡിനോ വൈറസ് ഒക്കെ. നെക്സ്റ്റ് നമ്മൾ യോക്ക് സാക്ക് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു യോക്ക് സാക്ക്? ദിസ് ഈസ് എ യോക്ക് സാക്ക് ജസ്റ്റ് ബിലോ ദി എംബ്രിയോ. എംബ്രിയോയുടെ തൊട്ട് താഴായിട്ട് വരുന്ന ആ ഒരു സ്ഥലമാണ് എന്ത്, യോക്ക് സാക്ക് എന്ന് പറയുന്നത്. ഈ യോക്ക് സാക്കിൽ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് ദാറ്റ് ആർ പെർട്ടിക്കുലർലി ഫോർ ആർബോ വൈറസസ് ആൻഡ് ഫോർ സർട്ടൻ ബാക്ടീരിയ സച്ച് ആസ് റിക്കറ്റ്ഷ്യ, ക്ലെമിഡിയ, ഹീമോഫിലസ് ഡുക്രി.
ഈ ഒരു ബാക്ടീരിയകളെ ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സർട്ടൻ ആയിട്ടുള്ള ആർബോ വൈറസുകളെ ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യോക്സാക് ഇനോക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ആംനിയോട്ടിക് സാക്കിൽ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് particularly used for the primary isolation of influenza virus. ഓക്കെ, നമ്മൾ ഒരു ഇൻഫ്ലുവൻസ വൈറസിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംനിയോട്ടിക് സാക്കിൽ ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അലൻഡോയിക് സാക്കിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലാർജർ കാവിറ്റി, ഹെൻസ് ഈസ് യൂസ്ഡ് ബെറ്റർ യൂസ്ഫുൾ വൈറൽ വാക്സിൻസ്. അലൻഡോയിക് സാക്ക് ഏതാണ്? ഇതാണ് അലൻഡോയിക് സാക്ക് എന്ന് പറയുന്നത്. നമ്മളെ യോക്സാക്ക് ഇതാണ്. യോക്സാക്ക് നമ്മൾ പറഞ്ഞു ദിസ് ഈസ് അലൻഡോയിക് കാവിറ്റി, ദിസ് ഈസ് ആംനിയോട്ടിക് കാവിറ്റി. ഇതാണ് ആംനിയോട്ടിക് കാവിറ്റി കേട്ടാ, ദാറ്റ് ഈസ് അല്ലെങ്കിൽ ആംനിയോട്ടിക് സാക്ക് എന്നൊക്കെ പറയാം. അപ്പൊ അലൻഡോയിക് സാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല ഒരു വലിയൊരു ലാർജർ കാവിറ്റി അല്ലേ ഈ കാണുന്നത്. യു ക്യാൻ സീ ദിസ് ഈസ് എ ലാർജർ കാവിറ്റീസ്. നോക്കൂ, ഭയങ്കര ലാർജ് ആയിട്ടുള്ള ഒരു കാവിറ്റിയാണ് അലൻഡോയിക് കാവിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് സ്പേസ് ഇല്ലേ, അപ്പൊ വൈറസുകൾക്ക് ഒരുപാട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലെ. അപ്പോൾ നോർമലി അത് എന്തിനാ നമുക്ക് ഉണ്ടാക്കുന്നുണ്ടാവുക? ഇറ്റ് ഈസ് എ ബെറ്റർ yield ഫോർ വൈറൽ വാക്സിൻ. ഓക്കെ, സോ എക്സാമ്പിൾ ഫോർ എഗ് ഡിറൈവ്ഡ് വാക്സിൻസ് ആണ് ഇൻഫ്ലുവൻസ വാക്സിൻസ്, യെല്ലോ ഫീവർ വാക്സിന്, അതുപോലെ തന്നെ റാബീസ് വാക്സിൻ. ഒക്കെ ഈ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് അലൻഡോയിക് സാക്കില് നമ്മൾ ഏതൊക്കെ വൈറസുകളെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലൻഡോയിക് സാക്കിൽ ഇനോക്കുലേറ്റ് ചെയ്യുക? ദാറ്റ് ആർ പെർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ ദി വൈറൽ വാക്സിൻസിനെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അലൻഡോയിക് സാക്കിൽ ഇനോക്കുലേറ്റ് ചെയ്യുക. അതിന്റെ എക്സാമ്പിൾ ആണ് നമുക്ക് എഗ്ഗില് ഇനോക്കുലേറ്റ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്തിട്ടുള്ള വാക്സിൻസിന്റെ എക്സാമ്പിൾസ് ആണ് ഇൻഫ്ലുവൻസ വാക്സിൻസ്, യെല്ലോ ഫീവർ വാക്സിൻസ്, അതുപോലെ തന്നെ റാബീസ് വാക്സിൻ. മനസ്സിലായോ? എഗ് ഡിറൈവ് ചെയ്തിട്ടുള്ള വാക്സിൻസ് ഏതൊക്കെയായിരുന്നു? ഇൻഫ്ലുവൻസ വാക്സിൻ, യെല്ലോ ഫീവർ വാക്സിൻ ആൻഡ് റാബീസ് വാക്സിൻ. ഇനി കൊറിയോ അലൻഡോയിക് മെംബ്രെയിനിൽ നമ്മൾ എന്തിനാണ്? ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി പ്രിഫേർഡ് ഫോർ പോക്സ് വൈറസസ് ആൻഡ് അതർ വൈറസസ്, ദാറ്റ് ഈസ് HSV, ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസസ്. ഓക്കെ, അപ്പൊ ഈ വൈറസുകളെ നമ്മൾ ഈ ഒരു കൊറിയോ അലൻഡോയിക് മെംബ്രെയിനിൽ ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറസുകൾ പെർട്ടിക്കുലർലി ഒരു വിസിബിൾ ലീഷൻസ് ഉണ്ടാക്കും. ഈ ഒരു വിസിബിൾ ലീഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പോക്സ്. കൊറിയോ അലൻഡോയിക് മെംബ്രെയിനിൽ അവരെന്ത് ചെയ്യും? കുമിളകൾ പോലെ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ പോക്സ് എന്ന് പറയുന്നത് കുറെ കുഞ്ഞു കുഞ്ഞു കുമിളകൾ പോലെ അവർ ആ ഒരു മെംബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അപ്പൊ നമുക്ക് പോക്ക് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുമിള അവർ ഉണ്ടാക്കുന്നത് ഒരു വൈറസിൽ നിന്നാണ്. അപ്പൊ എത്ര കുമിളകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്രത്തോളം വൈറസിന്റെ നമ്പറിനെ നമുക്ക് വൈറസ് പാർട്ടിക്കിൾ ആ ഒരു ഇനോക്കുലത്തിൽ പ്രസന്റ് ആയിട്ടുള്ള വൈറസ് പാർട്ടിക്കിളിന്റെ നമ്പർ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് ദാറ്റ്. ഓക്കെ, സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഏതൊക്കെ സൈറ്റുകള് നമുക്ക് ഓൾറെഡി പറഞ്ഞു. ദർ ഇസ് എ കൊറിയോ അലൻഡോയിക് മെംബ്രെയിൻ. ഇതാണ് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ചെയ്തിട്ടുള്ള സൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സൈറ്റിലേക്ക് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് നോർമലി ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസിനൊക്കെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ഒരു വൈറസുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ ഒരു സൈറ്റില് പോക്സുകൾ പ്രൊഡ്യൂസ് ചെയ്യും, കുറെ കുഞ്ഞു കുഞ്ഞു കുമിളകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു കുമിളനെ ഉണ്ടാക്കുന്നത് ഒരു വൈറസ് ആണ്, ഒരു വിരിയോണാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എത്രത്തോളം പോക്സിനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഇനോക്കുലത്തിൽ എത്ര വൈറസുകൾ പ്രസന്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് കൊറിയോ അലൻഡോയിക് മെംബ്രെയിൻ. ഏത് സൈറ്റിലാണ് നമ്മൾ വൈറസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വാക്സിൻസ്? അലൻഡോയിക് കാവിറ്റിയിൽ. ഗുഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് യോക്സാക്കിൽ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആർബോ വൈറസുകളും സർട്ടൻ ആയിട്ടുള്ള ബാക്ടീരിയാസിനെ ഐസൊലേറ്റ് ചെയ്യാൻ. ആംനിയോട്ടിക് സാക്കിലോ ഇൻഫ്ലുവൻസ വൈറസുകളൊക്കെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അലൻഡോയിക് സാക്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈറൽ വാക്സിൻസിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എഗ് ഡിറൈവ്ഡ് ആയിട്ടുള്ള വൈറൽ വാക്സിൻസിന്റെ എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? ഇൻഫ്ലുവൻസ വാക്സിൻസും
യെല്ലോ ഫീവർ വാക്സിൻസ്, റാബീസ് വാക്സിൻസ് കേട്ടോ. പിന്നെ കൊറിയോ അലൻറ്റോയിക് മെംബ്രെയിൻ പറഞ്ഞു ദാറ്റ് ആർ പെർട്ടിക്കുലർലി പ്രിഫേർഡ് ഫോർ പോക്സ് വൈറസും അതുപോലെ തന്നെ ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസും. ഈ വൈറസുകൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? വിസിബിൾ ആയിട്ടുള്ള ലീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും, ദാറ്റ് ഈസ് നോൺ ആസ് പോക്സ്. ഓക്കെ, ഇപ്പൊ പോക്ക് കൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ദാറ്റ് ഈസ് വൈറസിന്റെ കൾട്ടിവേഷന്റെ സ്റ്റെപ്സുകളാണ്. ഓക്കെ ഓക്കെ അപ്പൊ വൈറസ് കൾട്ടിവേഷന്റെ സ്റ്റെപ്സുകൾ, ഫസ്റ്റ് സ്റ്റെപ്പാണ് കാൻഡ്ലിംഗ്. കാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു എഗ്ഗിനെ നമ്മളൊരു കാൻഡ്ലിംഗ് ചെയ്യാണ്, വിച്ച് ഇസ് ദ ഇൻസ്പെക്ഷൻ ഓഫ് എഗ് ഓവർ എ ലാമ്പ്. നമ്മളൊരു ലാമ്പിന്റെ മേലെ ഒരു എഗ്ഗ് വെച്ചിട്ട് എഗ്ഗിനെ ഇൻസ്പെക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്പെഷ്യൽ കാൻഡ്ലിംഗ് ലാമ്പാണ് നമ്മൾ കാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു എഗ്ഗിനെ നമ്മൾ ഒരു സ്ട്രോങ് ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ മേലെ വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു എഗ്ഗിനെ എന്ത് ചെയ്യാണ്? ഇൻസ്പെക്ഷൻ ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മൾ ഇൻകാൻഡസെന്റ് ലാമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് കൊണ്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാമ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എഗ്ഗിന്റെ ഒരു ഇൻസ്പെക്ഷന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കാൻഡ്ലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാച്ച് ചെയ്തിട്ട് ഒരു 3 to 5 ഡേയ്സിന് ശേഷമാണ് കാൻഡ്ലിംഗ് ചെയ്യുക. അങ്ങനെ കാൻഡ്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എഗ്ഗിൽ ഉള്ള ഈ ഒരു എഗ്ഗ് ഫെർട്ടൈൽ ആണോ നോൺ ഫെർട്ടൈൽ ആണോ ഇൻഫെർട്ടൈൽ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള എഗ്ഗുകളാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യാം? ഡിസ്കാർഡ് ചെയ്യാം. ഇൻഫെർട്ടൈൽ എഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഉള്ളിൽ പ്രസന്റ് ആയിട്ടുള്ള എംബ്രിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ആയിട്ടുള്ള എംബ്രിയോ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ എഗ്ഗുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കി കളയണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു എഗ്ഗിനെ ആഫ്റ്റർ ഒരു 10 അല്ലെങ്കിൽ 11th ഡേയിൽ വീണ്ടും കാൻഡ്ലിംഗ് ചെയ്യാം. അങ്ങനെ കാൻഡ്ലിംഗ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു എയർ സ്പേസ്, നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഈ ഒരു ഡയഗ്രാം നോക്കുന്ന സമയത്ത് എന്താണ് എയർ സ്പേസ് എന്നുള്ളത്. ആ ഒരു എയർ സ്പേസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് സെലക്ട് സ്യൂട്ടബിൾ സൈറ്റ് ഫോർ ഇനോക്കുലേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ദി വൈറസ്. എളുപ്പല്ലേ? നമ്മൾ ഒരു എഗ്ഗ് ഹാച്ച് ചെയ്തിട്ട് ഒരു 3 to 5 ഡേയ്സിന് ശേഷം ആ ഒരു എഗ്ഗ് എടുക്കുന്നു, ഒരു ലാമ്പിന്റെ മേലെ, ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ മേലെ നമ്മൾ ഈ ഒരു എഗ്ഗിനെ, ഇതിപ്പോ ഒരു ലാമ്പ് ആണെങ്കിൽ അതിന്റെ മേലെ ഈ ഒരു എഗ്ഗിനെ എന്ത് ചെയ്യാണ്? നമ്മൾ ഹെൽഡ് ചെയ്യാണ്. അങ്ങനെ ഹെൽഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് എഗ്ഗിൽ കൂടെ പാസ് ചെയ്ത് പോവല്ലേ, ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? അതിലുള്ള ഒരു എംബ്രിയോ എന്ന് വെച്ചാൽ ഫെർട്ടൈൽ ആണോ അല്ലെങ്കിൽ ഇൻഫെർട്ടൈൽ എഗ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള എഗ് ആണെങ്കിൽ അതിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യാം. അങ്ങനെ ഫെർട്ടൈൽ ആയിട്ടുള്ള എഗ്ഗിനെ ചൂസ് ചെയ്തിട്ട് ആ ഒരു എഗ്ഗിനെ ആഫ്റ്റർ ഒരു 10 അല്ലെങ്കിൽ ഒരു 12 ഡേയ്സിന് ശേഷം വീണ്ടും എന്ത് ചെയ്യണം? കാൻഡ്ലിംഗ് ചെയ്യാം. അങ്ങനെ കാൻഡ്ലിംഗ് ചെയ്തിട്ട് അതിൽ പ്രസന്റ് ആയിട്ടുള്ള ആ ഒരു എയർ സ്പേസ് ഉണ്ടല്ലോ, എയർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാന്ന് മനസ്സിലായിട്ടുണ്ടോ? നമുക്ക് ആ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദിസ് ഈസ് ദ എയർ സ്പേസ്, എയർ സാക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഈ എയർ സാക്കിനെ നമ്മൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് സൈറ്റിലാണോ നമുക്ക് വൈറസുകളെ ഇനോക്കുലേറ്റ് ചെയ്യേണ്ടത് ആ സൈറ്റുകളിൽ വൈറസിനെ ഇനോക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓരോ വൈറസുകളിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ഏത് വൈറസിനെയാണോ നിങ്ങൾ ഇനോക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു സ്പെസിഫിക് സൈറ്റ് ഉണ്ടാവും എഗ്ഗിൽ ഇനോക്കുലേറ്റ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞു ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് അല്ലെങ്കിൽ പോക്സ് വൈറസുകളെ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് കൊറിയോ അലൻറ്റോയിക് മെംബ്രെയിനിലാണെന്നുള്ളത് അല്ലേ. അപ്പൊ ആ ഒരു വൈറസുകളാണ് ഇനോക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വൈറസുകളെ ആ ഒരു സൈറ്റിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇനോക്കുലേഷൻ ചെയ്യുക? ഈ ഒരു ഇനോക്കുലത്തിനെ നമ്മൾ എന്ത് ചെയ്യും? ആ ഹോളിൽ കൂടെ ഡിസൈഡ് സൈറ്റിലേക്ക് ഒരു ഫൈൻ നീഡിൽ യൂസ് ചെയ്തിട്ട് ഇൻജെക്ട് ചെയ്യും. നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നത് വളരെ സ്ലോലി ആയിരിക്കും, ആ ഒരു സ്പില്ലേജ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോ നല്ല സ്പീഡ് ആക്കുകയാണെങ്കിൽ എഗ്ഗ് പൊട്ടിപ്പോവില്ലേ? അപ്പൊ വളരെ സ്ലോലി ആയിരിക്കണം നമ്മൾ ഇൻജെക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളൊരു സൈറ്റ് അവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ, ഡ്രിൽ ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആ ഒരു സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനോക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു സൈറ്റ് നമ്മൾ ഒരു പാരഫിൻ, മോൾട്ടൺ പാരാഫിൻ വാക്സ് യൂസ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം? സീൽ ചെയ്യണം. ഓക്കെ, നമ്മൾ 2 പാർട്ട് മോൾട്ടൺ പാരാഫിനും 1 പാർട്ട് പെട്രോളിയം ജെല്ലിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവമാണ് നമ്മൾ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്.
അങ്ങനെ സീൽ ചെയ്തതിന് ശേഷം ഈ ഒരു എഗ്ഗിനെ നമ്മൾ 36°C പോയിട്ട് എന്ത് ചെയ്യുക, ഇൻക്യുബേറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, വളരെ എളുപ്പമാണ്. എഗ്ഗിനെ ചൂസ് ചെയ്യുന്നു. ആഫ്റ്റർ 3 to 5 days ഓഫ് ഹാച്ചിങ് നമ്മൾ ഒരു ലാമ്പിന്റെ മേലെ കാൻഡലിങ് ചെയ്തു, എന്നിട്ട് ഫെർട്ടൈൽ എഗ്ഗിനെ ചൂസ് ചെയ്തു. 10th or 12th ഡേ വീണ്ടും കാൻഡലിങ് ചെയ്തിട്ട് എയർ സ്പേസ് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഏത് സൈറ്റിലേക്കാണോ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് ആ ഒരു സൈറ്റിലേക്ക് നമ്മൾ വളരെ സ്ലോലി ഒരു ഫൈൻ നീഡിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്പില്ലേജ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇനോക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഡ്രിൽ ചെയ്തിട്ടുള്ള സ്ഥലം എന്ത് ചെയ്യുക, ഒരു പെട്രോളിയം ജെല്ലും 2 part മോൾട്ടൺ പാരഫിൻ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ സീൽ ചെയ്യുക, ഇൻക്യുബേറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ വൈറസ് കൾട്ടിവേഷന്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്തു അല്ലെ. ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം ഇനി വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് യു ഹാവ് ടു ഡു? നമ്മൾ ആ ഒരു ഫ്ലൂയിഡിനെ ഹാർവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലൂയിഡ്സിനെ ഹാർവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ടു ഹാർവെസ്റ്റ് ദ വൈറസ് ഇൻഫെക്റ്റഡ് ഫ്ലൂയിഡ്സ് ആൻഡ് അതർ സ്ട്രക്ചർ, the shell must be opened with great care to avoid unwanted dissemination of the virus. Use of safety cabinet is recommended. Never use a drill to open infected egg because it will create aerosols. നമ്മൾ ഡ്രിൽ ഒന്ന് യൂസ് ചെയ്തിട്ട് എഗ് ഓപ്പൺ ആക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഹാർവെസ്റ്റിംഗ് ചെയ്യാന്ന് വെച്ചാല്, നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് ചെയ്തത് നമ്മൾ വെറുതെ ഡ്രില്ലൊക്കെ എടുത്തിട്ട് ഓപ്പൺ ആക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. കാരണം എന്താണ്, എയറോസോൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഒരു ഡിസൈഡ് ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ഒരു എയർ സാക്ക് പോർഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാൻഡലിങ്ങിന്റെ സമയത്ത് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തതാണ് അല്ലെ. ഓക്കെ, എന്നിട്ട് യൂസ് ഫോർസെപ്സ് ഓർ എ പെയർ ഓഫ് സീസർ. എന്നിട്ട് നമ്മളൊരു ഫോർസെപ്പാ അല്ലെങ്കിൽ സീസർ യൂസ് ചെയ്ത് നമ്മൾ ഒരു എഗ്ഗ് അതിന്റെ എയർ സ്പേസ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമ്മളൊരു എന്താ ചെയ്യുക, സീസർ യൂസ് ചെയ്തിട്ട് ആ ഒരു ഏരിയ മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ പെട്രി ഡിഷിലേക്ക് ഈ ഒരു കണ്ടന്റിനെ കളക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ഒരു ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് ചെയ്യുക, സിറിഞ്ച് യൂസ് ചെയ്തിട്ട് ആസ്പിറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇൻ കേസ് ഓഫ് കൊറിയോ അലൻറ്റോയിക് മെംബ്രെയിനെ ഹാർവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ആ എഗ്ഗിന്റെ കണ്ടൻസ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ആ ഒരു കൊറിയോ അലൻറ്റോയിക് മെംബ്രെയിൻ മാത്രം നമ്മൾ ട്വീസേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പുള്ള് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് അതൊരു 2 to 3 times സലൈനിൽ വാഷ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ പോക്സിനെയോ എന്തെങ്കിലും, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ കുമിളകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇൻസ്പെക്ട് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്, ദാറ്റ് ഈസ് എഗ് ഇനോക്കുലേഷനിൽ പറയാനുള്ളത്. വൺസ് മോർ ടൈം നമുക്ക് എഗ് ഇനോക്കുലേഷൻ ഒന്നും കൂടെ നോക്കാം കേട്ടോ. അപ്പൊ എഗ് ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗുഡ് പാസ്ചർ ഇൻ 1931 ആണ്. ആൻഡ് ദിസ് മെത്തേഡ് വാസ് ഫർദർ ഡെവലപ്ഡ് ബൈ ബെർനെറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എത്ര ഡേയ്സ് ഓൾഡുള്ള എഗ് ആണ് എടുക്കുക, ദാറ്റ് ഈസ് 7 to 12 days ഓൾഡ് ആയിട്ടുള്ള എഗ് ആണ് നമ്മൾ നോർമലി എംബ്രിയോണേറ്റഡ് ആയിട്ടുള്ള എഗ്ഗുകളാണ് ചൂസ് ചെയ്യുന്നത്. ഏതൊക്കെ സൈറ്റുകളിലാണ് ഇനോക്കുലേറ്റ് ചെയ്യുന്നത്, അലൻറ്റോയിക് കാവിറ്റി, കൊറിയോ അലൻറ്റോയിക് മെംബ്രെയിൻ, യോക്ക് സാക്ക്, അതുപോലെ തന്നെ ആംനിയോട്ടിക് സാക്ക്. ഇനി ഇത് ഏതൊക്കെയാണ് ഈ സൈറ്റുകൾ എന്നുള്ളത് നോക്കാം. ഈ ഒരു ഇതാണ് എംബ്രിയോനോട് ചുറ്റിയിട്ടുള്ളതാണ് ആംനിയോട്ടിക് കാവിറ്റി എന്ന് പറയുന്നത്. ഈ എംബ്രിയോയുടെ തൊട്ട് താഴെയുള്ളതാണ് ആര്, യോക്ക് സാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ വൈറസ് ഈ ഒരു ഷെല്ലിനെ അതിനെ അടുപ്പിച്ചുകൊണ്ട് കാണുന്നതാണ് കൊറിയോ അലൻറ്റോയിക് മെംബ്രെയിൻ. ആൻഡ് ദിസ് എ ലാർജർ ഹ്യൂജ് ഏരിയ ദാറ്റ് ഈസ് അലൻറ്റോയിക് കാവിറ്റി. നമ്മൾ യോക്ക് സാക്കിൽ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് പെർട്ടിക്കുലർലി ഫോർ ആർബോ വൈറസസ് ആൻഡ് സർട്ടൻ ബാക്ടീരിയസ്. ആംനിയോട്ടിക് സാക്കിൽ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് പെർട്ടിക്കുലർലി ഫോർ ദി ഐസൊലേഷൻ ഓഫ് ഇൻഫ്ലുവൻസ വൈറസ്. ആൻഡ് അലൻറ്റോയിക് സാക്കിൽ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് വിച്ച് ഇസ് എ പെർട്ടിക്കുലർലി ലാർജർ കാവിറ്റി എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് വൈറൽ വാക്സിൻസിനെ ഈൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ എഗ് ഡിറൈവ്ഡ് ആയിട്ടുള്ള വൈറൽ വാക്സിൻസ് ആണ് ഇൻഫ്ലുവൻസ, റാബീസ്, യെല്ലോ ഫീവർ വാക്സിൻസ് ഒക്കെ കേട്ടോ.
പിന്നെ കൊറിയോ അലൻജോയിക് മെംബ്രെയിനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദേ ആർ പെർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ ദ ഐസൊലേഷൻ ഓഫ് പോക്സ് വൈറസസ്. അതുപോലെ തന്നെ സെർട്ടൻ വൈറസ് ലൈക്ക് ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസുകളൊക്കെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊറിയോ അലൻജോയിക് മെംബ്രെയിൻ എന്നുള്ള സൈറ്റ് ചൂസ് ചെയ്യുന്നത്. ഈ ഒരു പോക്സ് വൈറസുകളൊക്കെ ഈ ഒരു മെംബ്രെയിനിൽ സെർട്ടൻ ആയിട്ടുള്ള പോക്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു പോക്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ വിരിയോൺ ആണ്. അപ്പൊ എത്രത്തോളം പോക്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദാറ്റ് ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് viral particle that are particularly present in that sample. നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ഈ ഒരു വൈറസ് കൾട്ടിവേഷന്റെ സ്റ്റെപ്പാണ്, ദാറ്റ് ഈസ് കാൻഡ്ലിംഗ്, എഗിന്റെ ഡ്രില്ലിംഗ്, ഇനോക്കുലേഷൻ ആൻഡ് ഹാർവെസ്റ്റിംഗ്. നെക്സ്റ്റ് വൈറസ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ വൈറസ് ഐസൊലേഷൻ മെത്തേഡിൽ വരുന്നതാണ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്: ഓർഗൻ കൾച്ചർ, എക്സ്പ്ലാന്റ് കൾച്ചർ, സെൽ ലൈൻ കൾച്ചർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഈ ഒരു ഓർഗൻ കൾച്ചർ ആണെങ്കിലും എക്സ്പ്ലാന്റ് കൾച്ചർ ആണെങ്കിലും ഇപ്പൊ ചെയ്യുന്നില്ല. ദ ഓൺലി ടിഷ്യൂ കൾച്ചർ മെത്തേഡ് ദാറ്റ് ആർ ഡൂയിങ് നൗ ഈസ് സെൽ ലൈൻ കൾച്ചർ. ഓർഗൻ, ടിഷ്യൂ, സെൽ, നമുക്ക് ആ ഒരു റേഞ്ചിൽ വരാം അല്ലെ. ഏറ്റവും ആദ്യം ഓർഗന്, അതില് ടിഷ്യൂ, പിന്നെ അതിൽ സെൽ. അപ്പൊ അങ്ങനെ 3. ഇതിലാകെ സെൽ ലൈൻ കൾച്ചർ മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ബോക്സ് നോക്കുകയാണെങ്കിൽ ഓർഗൻ കൾച്ചർ എന്ന് പറഞ്ഞാല് that are particularly used for certain fastidious viruses that have high specificity അല്ലെങ്കിൽ high affinity to specific organ. ചില വൈറസുകൾക്ക് ചില ഓർഗനോട് ഒരു പ്രത്യേക താല്പര്യമായിരിക്കും. ഓക്കെ, അങ്ങനത്തെ വൈറസുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഗൻ കൾച്ചർ യൂസ് ചെയ്തിരുന്നത്. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ ട്രക്കിയൽ റിംഗ് കൾച്ചർ ചെയ്തിരുന്നു ഫോർ ദ ഐസൊലേഷൻ ഓഫ് കൊറോണ വൈറസ്. ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. ഇപ്പൊ നമ്മൾ ഓർഗൻ കൾച്ചറും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ സെർട്ടൻ വൈറസുകൾക്ക് സെർട്ടൻ ഓർഗൻസിനോട് ഒരു ഹയർ ഒരു സ്പെസിഫിക് അഫിനിറ്റി കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനത്തെ വൈറസുകളെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർഗൻ കൾച്ചർ യൂസ് ചെയ്യുന്നത്. അതിന് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ട്രക്കിയൽ റിംഗ് കൾച്ചർ ഫോർ ദി ഐസൊലേഷൻ ഓഫ് കൊറോണ വൈറസ്. പിന്നെ വരുന്നതാണ് എക്സ്പ്ലാന്റ് കൾച്ചർ. എക്സ്പ്ലാന്റ് കൾച്ചർ എന്ന് പറഞ്ഞത് നമ്മൾ ഈ ഒരു ടിഷ്യൂസ് ഉണ്ടല്ലോ, ഈ ടിഷ്യൂ ഫ്രാഗ്മെന്റ്സ് നമ്മൾ മിൻസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അഡിനോയിഡ് എക്സ്പ്ലാന്റ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ അഡിനോ വൈറസ്. എന്താണ് എക്സ്പ്ലാന്റ് കൾച്ചർ എന്ന് പറയുമ്പോൾ ഈ ടിഷ്യൂസിനെ നമ്മൾ നന്നായിട്ട് മിൻസ് ചെയ്തിട്ട് അതിന്റെ ഫ്രാഗ്മെന്റ്സ് മിൻസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ടിഷ്യൂ ഫ്രാഗ്മെന്റ്സ് ആണ്. ഈ ഒരു ടിഷ്യൂസിനെ എന്ത് ചെയ്യാം, മിൻസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് എക്സ്പ്ലാന്റ് കൾച്ചർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അഡിനോയിഡ് എക്സ്പ്ലാന്റ്സ്. പിന്നെ മൂന്നാമത് വരുന്നതാണ് സെൽ ലൈൻ കൾച്ചർ. ദിസ് ഈസ് ദ ഓൺലി ഐസൊലേഷൻ മെത്തേഡ് ദാറ്റ് ആർ പെർട്ടിക്കുലർലി യൂസിങ് നൗ. ഓക്കെ, ഓക്കെ, അപ്പോ നെക്സ്റ്റ് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു സെൽ ലൈൻസുകളെ പ്രിപ്പയർ ചെയ്യുക. ടിഷ്യൂ കൾച്ചറിൽ 3 ടൈപ്പ് ഓഫ് ടിഷ്യൂ കൾച്ചർ പറഞ്ഞു: ഓർഗൻ കൾച്ചർ, എക്സ്പ്ലാന്റ് കൾച്ചർ ആൻഡ് സെൽ ലൈൻ കൾച്ചർ. എങ്ങനെയാണ് ഇനി സെൽ ലൈൻ കൾച്ചർ ആണ് ഇതിലിപ്പോ നമ്മൾ ആകെ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സെൽ ലൈൻസിനെ പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ടിഷ്യൂ എടുക്കുക, ഈ ഒരു ടിഷ്യൂസിനെ പ്രോട്ടിയോളൈറ്റിക് എൻസൈം ട്രീറ്റ്മെന്റ് ചെയ്യുക. പ്രോട്ടിയോളൈറ്റിക് എൻസൈംസ് പറയുമ്പോൾ ട്രിപ്സിൻ, കൊലാജിനേസ് എൻസൈംസുകൾ ഉണ്ടല്ലോ. ഈ എൻസൈംസ് വഴി ടിഷ്യൂസിനെ ഡൈജസ്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ടിഷ്യൂസിനെ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സെൽസുകളായിട്ട് കിട്ടും അല്ലെ. അപ്പോ ഫോർ നമ്മൾ പ്രൊസീജിയർ വൈസ് പറയുകയാണെങ്കിൽ ടിഷ്യൂസ് എടുക്കുക, ടിഷ്യൂസിനെ പ്രോട്ടിയോളൈറ്റിക് എൻസൈംസ് ആയിട്ടുള്ള ട്രിപ്സിൻ, കൊലാജിനേസ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ നമ്മൾ മെക്കാനിക്കൽ ഷെയ്ക്കിങ് ചെയ്യുക. മെക്കാനിക്കൽ ഷെയ്ക്കിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സെൽസുകളെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ഈ ഒരു സെൽസിനെ നമ്മൾ എന്ത് ചെയ്യും, വാഷ് ചെയ്യും, എന്നിട്ട് കൗണ്ട് ചെയ്യും, എന്നിട്ട് വൈറൽ ഗ്രോത്ത് മീഡിയത്തിലേക്ക് സസ്പെൻഡ് ചെയ്യും. ഈ വൈറൽ ഗ്രോത്ത് മീഡിയത്തിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? ബാലൻസ്ഡ് സോൾട്ട് സൊല്യൂഷൻ, എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, സോൾട്ട്, ഗ്ലൂക്കോസ്, 5 to 10% ഫീറ്റൽ കാഫ് സെറം, ആന്റിബയോട്ടിക്സ്. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വൈറൽ ഗ്രോത്ത് മീഡിയത്തിലേക്കാണ് നമ്മൾ സെൽസിനെ വാഷ് ചെയ്ത് കൗണ്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത്. എങ്ങനെ സെൽസിനെ കിട്ടി നമുക്ക്?
ടിഷ്യൂസിന് ആദ്യം പ്രോട്ടിയോളൈറ്റിക് എൻസൈം യൂസ് ചെയ്തിട്ട് ഡൈജസ്റ്റ് ചെയ്തു, വിച്ച് ഇസ് ദെൻ ഫോളോവഡ് ബൈ മെക്കാനിക്കൽ ഷേക്കിംഗ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതൊരു വൈറൽ ഗ്രോത്ത് മീഡിയത്തിലേക്ക് ഇതിനെ സസ്പെൻഡ് ചെയ്യാണ്. ഓക്കെ, എന്തൊക്കെയാണ് വൈറൽ ഗ്രോത്ത് മീഡിയത്തിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്? ബാലൻസ്ഡ് സോൾട്ട് സൊല്യൂഷൻ, അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, സോൾട്ട്, അതുപോലെ തന്നെ ഗ്ലൂക്കോസ് that are particularly supplemented by 5 to 10% fetal carb serum. ഇതാണ് ഒരു ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടിഷ്യൂ കൾച്ചറൽ ഫ്ലാസ്കിന്റെ അടിയിൽ കണ്ടോ വൈറൽ കൾച്ചറൽ മീഡിയ എന്ന് പറയുന്നത്? വൈറൽ കൾച്ചർ മീഡിയ എന്തൊക്കെയുള്ളത് മാർക്കോ? എന്തൊക്കെയാന്ന്? ബാലൻസ്ഡ് സോൾട്ട് സൊല്യൂഷൻ ഉണ്ട്, എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസ്, അതുപോലെ തന്നെ ആന്റിബയോട്ടിക്സ്, അമിനോ ആസിഡ്സുകള്, ഗ്ലൂക്കോസ്, ഇവർക്ക് വളരാൻ വേണ്ടി അത്യാവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇതാണ് ഒരു ടിഷ്യൂ കൾച്ചറൽ ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലാസ്കിന്റെ അടിയിൽ വൈറൽ കൾച്ചറൽ മീഡിയ ഉണ്ടല്ലോ, ഇതിലേക്കാണ് നമ്മൾ സെൽസിന് എന്ത് ചെയ്യുന്നുണ്ടാവുക? വാഷ് ചെയ്ത് കൗണ്ട് ചെയ്തിട്ട് സസ്പെൻഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു ടിഷ്യൂ കൾച്ചറൽ ഫ്ലാസ്കിനെ നമ്മളിപ്പോ ഇതുപോലെ ഹോറിസോണ്ടലി കീപ്പ് ചെയ്തത് കണ്ടില്ലേ? ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻക്യുബേറ്റ് ചെയ്യും. എന്തിന്റെ പ്രസൻസിൽ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസിൽ. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഇതുപോലെ സ്റ്റേഷനറി ആക്കിയിട്ട് ഈ ഒരു ഫ്ലാസ്കിനെ വെക്കാം, അല്ലെങ്കിൽ റോളർ ഡ്രം കൾച്ചർ ആണ് ചെയ്യാം. ഈ കൾച്ചറൽ ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ടാവും? റോൾ ചെയ്യും, റോളർ ഡ്രമ്മർ വഴി. അതൊരു ബെറ്റർ എയറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റീഡിയസ് ആയിട്ടുള്ള വൈറസ് ആണ് റോട്ട വൈറസ് ഒക്കെ. ഈ വൈറസുകളൊക്കെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൾച്ചറൽ ഫ്ലാസ്ക് റോളിംഗ് ചെയ്യുക ബൈ യൂസിങ് റോളർ ഡ്രംസ് യൂസ് ചെയ്തിട്ട് കേട്ടാ. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സെൽ ലൈൻസ്. എത്ര ടൈപ്പ് സെൽ ലൈൻസുകൾ ഉണ്ട്? വി ഹാവ് പ്രൈമറി സെൽ ലൈൻസ്, സെക്കൻഡറി ഓർ ഡിപ്ലോയിഡ് സെൽ ലൈൻസ്, കണ്ടിന്യൂസ് സെൽ ലൈൻസ്. ഇത്രയും ടൈപ്പ് സെൽ ലൈൻസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ പ്രൈമറി സെൽ ലൈൻസ് പറഞ്ഞാൽ അത് ഡിറൈവ് ചെയ്യുന്നത് നോർമൽ സെല്ലുകളാണ്. അത് നോർമൽ സെൽസ് ആണ്. നമ്മൾ ഫ്രഷ്ലി ഓർഗനിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള സെൽസുകൾ നമ്മൾ കൾച്ചർ ചെയ്യുന്നു. പക്ഷേ ഈ ഒരു സെൽസുകൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഒരു ലിമിറ്റഡ് ഗ്രോത്ത് മാത്രമേ നടക്കുള്ളൂ. എന്ന് വെച്ചാൽ വൈറസുകൾക്ക് ഒരു 5 to 10 ഡിവിഷൻസ് മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് ബോത്ത് പ്രൈമറി ഐസൊലേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ദ വൈറസ് ഫോർ വാക്സിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും പ്രൈമറി സെൽ ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രൈമറി സെൽ ലൈൻസ് പറയുമ്പോൾ നമുക്ക് ഡയറക്ട്ലി ഓർഗൻസിൽ നിന്ന് അല്ലെങ്കിൽ ടിഷ്യൂസിൽ നിന്ന് വൈറസിനെ ഡിറൈവ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഇതൊരു നോർമൽ ആയിട്ടുള്ള സെൽസുകളാണ്. ഒരു 5 to 10 ഡിവിഷൻസ് മാത്രമേ നടക്കുള്ളൂ. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് മങ്കി കിഡ്നി സെൽ ലൈൻ ദാറ്റ് ആർ പെർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ ദ ഐസൊലേഷൻ ഓഫ് മിക്സോ വൈറസ്, എൻട്രോ വൈറസസ് ആൻഡ് അഡിനോ വൈറസ്. പിന്നെ അടുത്ത എക്സാമ്പിൾ ആണ് ഹ്യൂമൻ ആംനിയോൺ സെൽ ലൈൻ. പിന്നെ വരുന്നത് ചിക്ക് എംബ്രിയോ സെൽ ലൈൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സെക്കൻഡറി ഓർ ഡിപ്ലോയിഡ് സെൽ ലൈൻ. ഇതെന്ന് പറയുന്നത് ഈ ഒരു സെല്ലുകൾക്ക് ഒരു 10 to 50 ഡിവിഷൻസ് നടക്കാൻ പറ്റുന്നുണ്ടാവും. ആഫ്റ്റർ ഒരു 50 ഡിവിഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ സെൽസുകൾ എന്തായാലും ഡെത്ത് ആയിട്ട് പോകും. ഓക്കെ, ഇതും ഒരു നോർമൽ ഹോസ്റ്റ് സെല്ലിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഹ്യൂമൻ ഫൈബ്രോബ്ലാസ്റ്റ് സെൽ ലൈൻ ദാറ്റ് ആർ എക്സലന്റ് ഫോർ ദ റിക്കവറി ഓഫ് സൈറ്റോമെഗാലോ വൈറസ്. ഓക്കെ, പിന്നെ MRC5, ഓക്കെ, W138 ദാറ്റ് ഈസ് ഹ്യൂമൻ എംബ്രിയോണിക് ലങ് സെൽ സ്ട്രെയിനുകളൊക്കെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. The third one that is a very important one that is continuous cell line. മറ്റേത് രണ്ടും നമ്മൾ പറഞ്ഞു നോർമൽ ഹോസ്റ്റ് സെല്ലുകളാന്നുള്ളത് അല്ലെ. ഈ കണ്ടിന്യൂസ് സെൽ ലൈനിൽ എന്താന്നുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവര് ക്യാൻസറസ് ആയിട്ടുള്ള സെൽസുകളാണ്. ക്യാൻസറസ് സെൽസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അവര് മൾട്ടിപ്ലിക്കേഷൻ ഒരു നിർത്തില്ല അല്ലെ. ഇമ്മോർട്ടൽ ആണ്, ഒരിക്കലും മരിക്കാത്ത സെൽസുകളാണ്, ഡെത്ത് ഒക്കർ ചെയ്യാത്ത ഇമ്മോർട്ടൽ സെൽസുകളാണ് ക്യാൻസറസ് സെൽസ് പറയുന്നത്. അപ്പൊ ഇതിൽ എത്ര ഡിവിഷൻസ് വേണമെങ്കിലും നടത്താം അല്ലെ, ഒരു ഇൻഫിനിറ്റി. ഓക്കെ, ഇത് ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും. ഇതിന്റെ ഒരു എക്സാമ്പിൾ വരുന്നതാണ് ഹെല സെൽ ലൈൻസ്, ഹെപ്2 സെൽ ലൈൻ, KB സെൽ ലൈൻ,
മെക്കോയ് സെൽ ലൈൻ, വെറോ സെൽ ലൈൻസ് ഒക്കെ. ഇതിലെ ഹെപ്2 സെൽ ലൈൻ ഒക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. That are widely used for the respiratory syncytial virus, adenovirus and HSV വൈറസിനൊക്കെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെൽ ലൈൻ ആണ് ഹെപ്2 സെൽ ലൈൻ. പിന്നെ ഹെല സെൽ ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കാർസിനോമ ഓഫ് സെർവിക്സിന്റെ കാർസിനോമ കണ്ടീഷൻ ഉണ്ടല്ലോ, അതിനൊക്കെ ഐസൊലേറ്റ് ചെയ്താക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഒരു സെൽ ലൈൻ ആണ് ഹെല സെൽ ലൈൻസ്. ഓക്കെ, സോ യു ക്യാൻ സീ സെൽ ലൈൻസ്. ഇതിന്റെ ഒരു ഫിഗേഴ്സ് ആണ് ഇതിൽ കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, അങ്ങനെ നമ്മൾ ഈ ഒരു വൈറസുകൾ ഈ സെൽ ലൈനിൽ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്യുന്ന രണ്ട് മെത്തേഡുകളാണ്. ദാറ്റ് ഈസ് സൈറ്റോപത്തിക് എഫക്റ്റുകളും ഷെൽ വൈൽ ടെക്നിക്കും. സൈറ്റോപത്തിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വൈറസുകളും ഓരോ സെല്ലിൽ വളരുന്ന സമയത്ത് ആ സെല്ലിന്റെ മോർഫോളജിക്കൽ ചേഞ്ചസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോ ടൈപ്പ് ഓഫ് സൈറ്റോപത്തിക് എഫക്റ്റ്, ഇപ്പോ എൻട്രോ വൈറസുകളാണെങ്കിൽ ഈ ഒരു റാപ്പിഡ് ക്രിനേഷൻ നടക്കണം. ക്രിനേഷൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങി പോവുക അല്ലെ, അല്ലെങ്കിൽ ഒരു എൻറ്റയർ സെൽ ഷീറ്റിന്റെ ഡീജനറേഷൻ സംഭവിക്കും. ഓക്കെ, ഇനി മീസ്ലസ് അല്ലെങ്കിൽ RSV, റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് അല്ലെങ്കിൽ ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസുകളൊക്കെ ആണെങ്കിൽ ഈ സെൽസുകളൊക്കെ, അപ്പോൾ അവിടെ സെൽ ലൈൻസിൽ ഉണ്ടാവുന്ന സെൽസുകൾ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ജൈന്റ് സെൽ ഫോർമേഷൻ നടക്കും. ഓക്കെ, അടുത്ത എക്സാമ്പിൾ വരുന്നത് HSV ആണെങ്കിൽ സെൽസുകളുടെ റൗണ്ടനിങ് അല്ലെങ്കിൽ ബലൂണിങ് വീർത്തിട്ട് നമുക്ക് സെൽസുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ സിമിയൻ വാക്യുലേറ്റിംഗ് വൈറസുകളാണെങ്കിൽ വാക്യുലേഷൻസ് എന്ന് വെച്ചാൽ അതിലിങ്ങനെ ഓട്ട പോലെ ഉണ്ടാക്കുക, അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അഡിനോ വൈറസുകളാണെങ്കിൽ ലാർജ് ഗ്രാനുലർ ക്ലംസുകളായിട്ട് നമുക്ക് ഈ ബഞ്ച് ഗ്രേപ്സിന്റെ കൂട്ടുണ്ടാവില്ലേ, അങ്ങനെ ബഞ്ചസ് ഓഫ് ഗ്രേപ്സ് പോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ലാർജ് ഗ്രാനുലർ ക്ലംസുകളായിട്ടാണ് നമുക്ക് അഡിനോ വൈറസുകളെ കാണാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഷെൽ വൈൽ ടെക്നിക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ ഒരു സെൽ കൾച്ചർ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് സെൻട്രിഫ്യൂജ് ചെയ്യും. സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ വൈറസുകളുടെ സെൽ കോണ്ടാക്ട് എൻഹാൻസ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു അതിലുള്ള ഒരു വൈറൽ ആന്റിജൻസിനെ നമ്മൾ ഫ്ലൂറസൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യും. നമ്മൾ ഇമ്മ്യൂണോ ഫ്ലൂറസൻ ടെക്നിക്ക് ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആന്റിബോഡി ദാറ്റ് ആർ പെർട്ടിക്കുലർലി ലേബിൾഡ് വിത്ത് ഫ്ലൂറസൻ ടാഗ്ഡ് ആയിട്ടുള്ള ആന്റിബോഡിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഫ്ലൂറസൻ മൈക്രോസ്കോപ്പിൽ നോക്കുക. ആ ഒരു ടെക്നിക്കാണ് നമ്മൾ ചെയ്യുക. ഷെൽ വൈൽ ടെക്നിക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ ഒരു സെൽ ലൈൻ കൾച്ചറിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യും. സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ അതിനൊരു കോണ്ടാക്ട് കൂടും, എന്നിട്ട് ആന്റിജനെ നമ്മൾ ഫ്ലൂറസൻ ടെക്നിക്ക് വഴി കണ്ടുപിടിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയും നേരം പറഞ്ഞത് ഒന്നുകൂടെ നമുക്ക് പറയാം. ദാറ്റ് ഈസ് പെർട്ടിക്കുലർലി നമ്മുടെ ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ എത്ര ടൈപ്പ് ഉള്ളത്? ഓർഗൻ കൾച്ചർ ഉണ്ട്, എക്സ്പ്ലാന്റ് കൾച്ചർ ഉണ്ട്, സെൽ ലൈൻ കൾച്ചർ ഉണ്ട്. അപ്പോൾ അതിൽ ഓർഗൻ എന്ന് പറയുമ്പോൾ സെർട്ടൻ വൈറസുകൾക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓർഗനോട് ഒരു ഹൈ അഫിനിറ്റി കാണിക്കും. അങ്ങനത്തെ വൈറസുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓർഗൻ കൾച്ചർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ട്രക്കിയൽ റിംഗ് കൾച്ചർ ഫോർ ദ ഐസൊലേഷൻ ഓഫ് കൊറോണ വൈറസ്. പിന്നെ പറഞ്ഞത് എക്സ്പ്ലാന്റ് കൾച്ചർ ആണ്. എക്സ്പ്ലാന്റ് കൾച്ചർ എന്ന് പറയുമ്പോൾ ടിഷ്യൂ ഫ്രാഗ്മെന്റ്സിനെ മിൻസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അത് അഡിനോയിഡ് എക്സ്പ്ലാന്റ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ അഡിനോ വൈറസ്. പിന്നെ സെൽ ലൈൻ കൾച്ചർ പറഞ്ഞു. ഈ ഒരു കൾച്ചറൽ ടിഷ്യൂ കൾച്ചർ മെത്തേഡ് മാത്രമാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ എങ്ങനെയാണ് സെൽ ലൈൻ, ഇപ്പൊ സെൽ ലൈൻ കൾച്ചർ മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് സെൽ ലൈൻ ഉണ്ടാക്കുക? ടിഷ്യൂസിനെ പ്രോട്ടിയോളൈറ്റിക് എൻസൈം യൂസ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ചു. അതിനെ എന്നിട്ട് നമ്മൾ മെക്കാനിക്കൽ ഷേക്കിംഗ് ചെയ്തതിന് ശേഷം ഈ സെല്ലുകളെ നമ്മൾ എന്ത് ചെയ്യാണ്, വൈറൽ ഗ്രോത്ത് മീഡിയത്തിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് കൗണ്ട് ചെയ്തിട്ട് സസ്പെൻഡ് ചെയ്യാം. അപ്പൊ ഈ വൈറൽ ഗ്രോത്ത് മീഡിയം എവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? ഒരു ടിഷ്യൂ കൾച്ചറൽ ഫ്ലാസ്ക് ഉണ്ട്. ഈ ഒരു ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്കിന്റെ അടിയിൽ നമുക്ക് വൈറൽ കൾച്ചറൽ മീഡിയം കണ്ടില്ലേ, അതിലേക്കാണ് നമ്മൾ സെൽസിനെ സസ്പെൻഡ് ചെയ്യാം. അങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഈ ഫ്ലാസ്കിനെ നമ്മൾ ഹോറിസോണ്ടലി കീപ്പ് ചെയ്തിട്ടാണ് ഇൻക്യുബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പൊ നമുക്കൊരു കാർബൺ ഡയോക്സൈഡിന്റെ പ്രസൻസിൽ വേണം ഇത് ഇൻക്യുബേറ്റ് ചെയ്യാൻ. ഒന്നെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റേഷനറി ആയിട്ട് ഇതുപോലെ ഇപ്പൊ ഈ ഒരു ഫിഗറിൽ കാണുന്നുണ്ടല്ലോ, ഇതുപോലെ സ്റ്റേഷനറി ആയിട്ട് ഒന്നെങ്കിൽ ഇൻക്യുബേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റോളിംഗ് ചെയ്തിട്ട് കൾച്ചറൽ ബോട്ടിലിനെ ഇൻക്യുബേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇനി എത്ര ടൈപ്പ് സെൽ ലൈൻസ് ഉണ്ട്? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ദാറ്റ് ഈസ് പ്രൈമറി സെൽ ലൈൻ, സെക്കൻഡറി ഓർ ഡിപ്ലോയിഡ് സെൽ ലൈൻ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് സെൽ ലൈൻ. പ്രൈമറി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നോർമൽ ഹോസ്റ്റ് സെല്ലിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള സെൽസുകളും ആണ്. ഒരു 5 to 10 ഡിവിഷൻസ് മാത്രമേ നടക്കുള്ളൂ. അതിന്റെ എക്സാമ്പിൾ നോക്കുക. മങ്കി കിഡ്നി ഉണ്ട്, ഹ്യൂമൻ ആംനിയോൺ ഉണ്ട്, ചിക്കൻ ബ്രിയോ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു രണ്ടാമത്തത് സെക്കൻഡറി. ഇതും നോർമൽ ഹോസ്റ്റ് സെല്ലാണ്. ഒരു 10 to 50 ഡിവിഷൻസ് വരെ നടക്കുന്നുണ്ടാവും കേട്ടോ. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഹ്യൂമൻ ഫൈബ്രോബ്ലാസ്റ്റ് സെൽ ലൈൻ ഒക്കെ. സൈറ്റോമെഗാലോ വൈറസിനെ നമുക്ക് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഹ്യൂമൻ ഫൈബ്രോബ്ലാസ്റ്റ് സെൽ ലൈന്. പിന്നെ കണ്ടിന്യൂസ് ആണ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നോർമൽ ഹോസ്റ്റ് സെല്ലല്ല, ക്യാൻസറസ് സെല്ലുകളെയാണ് നമ്മൾ കണ്ടിന്യൂസ് സെൽ ലൈൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അതിന്റെ എക്സാമ്പിൾ ആണ് ഹെല സെൽ ലൈൻ, ദാറ്റ് ഈസ് സെർവിക്സിന്റെ കാർസിനോമ വരുന്ന ആ സെൽ ലൈൻ ഉണ്ടല്ലോ അത്. പിന്നെ ഹെപ്2 സെൽ ലൈൻ ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ദ ഐസൊലേഷൻ ഓഫ് RSV ആൻഡ് അഡിനോവൈറസ് HSV ഒക്കെ. പിന്നെ ഹ്യൂമൻ കാർസിനോമ ഓഫ് നേസോഫാരിങ് സെൽ ലൈൻസ് ആണ് KB സെൽ ലൈൻസ് പറയുന്നത്. പിന്നെ മെക്കോയ് സെൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സൈനോവിയൽ കാർസിനോമ സെൽ ലൈൻ ആണ്. ദാറ്റ് ആർ പെർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ ദ ഐസൊലേഷൻ ഓഫ് ക്ലെമിഡിയ. പിന്നെ വെറോ സെൽ ലൈൻസ്. അങ്ങനെ സെൽ ലൈൻസിൽ ഈ ഒരു വൈറസിനെ നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അതിനെ ഡിറ്റക്ട് ചെയ്യുന്ന 2 മെത്തേഡാണ്. ഒന്ന് സൈറ്റോപത്തിക് എഫക്റ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതും പിന്നീട് പറയുന്നത് ഷെൽ വൈൽ ടെക്നിക് ആണ് കേട്ടോ. സൈറ്റോപത്തിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഓരോ വൈറസുകളും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സൈറ്റോപത്തിക് എഫക്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻട്രോ വൈറസ് ആണെങ്കിൽ ഡീജനറേഷൻ ആൻഡ് ക്രിനേഷൻ, മീസൽസ് ആൻഡ് HSV RSV ഒക്കെ ആണെങ്കിൽ സിൻസേഷൻ, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. HSV പിന്നെ റൗണ്ടനിങ് ആൻഡ് ബലൂണിങ്, പിന്നെ സിമിയൻ വാക്യുലേഷൻസ്. അഡിനോ വൈറസ് ആണെങ്കിൽ ലാർജ് ഗ്രാനുലാർ ക്ലംസ് വിച്ച് റിസംബിൾ ദാറ്റ് ഓഫ് ദി ബഞ്ചസ് ഓഫ് ഗ്രേപ്സ്. പിന്നെ ഷെൽ വൈൽ ടെക്നിക് നമ്മൾ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, ഈ ഒരു സെൽ കൾച്ചറിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ ഈ ഒരു വൈറസിന്റെ സെൽ കോണ്ടാക്റ്റിനെ എൻഹാൻസ് ചെയ്തിട്ട് നമ്മൾ പിന്നീട് എന്ത് ചെയ്യും, ആന്റിജൻ, വൈറൽ ആന്റിജനെ ഡിറ്റക്ട് ചെയ്യും ബൈ ഫ്ലൂറസെന്റ് ടെക്നിക്. ഓക്കെ, ദിസ് ഈസ് ഷെൽ വൈൽ ടെക്നിക് കാണിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഇനോക്കുലേറ്റ് ചെയ്തതിനു ശേഷം സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ആ ഒരു കോണ്ടാക്ട് കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലൂറസെന്റ് ടെക്നിക് വഴി ഒരു നമ്മൾ എന്ത് ചെയ്യണം, ആന്റിജനെ ഡിറ്റക്ട് ചെയ്യണം. ആന്റിജനെ ഡിറ്റക്ട് ചെയ്യുന്നത് എന്ത് ഹെൽപ്പോട് കൂടിയിട്ടാണ്? മോണോക്ലോണൽ ആന്റിബോഡി ദാറ്റ് ആർ പെർട്ടിക്കുലർലി ടാഗ്ഡ് വിത്ത് ഫ്ലൂറസെന്റ് ആയി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയുമാണ് നമ്മളുടെ വൈറസുകളുടെ ലബോറട്ടറി ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കുന്നത് ഇനോക്കുലേഷൻ, ദാറ്റ് ഈസ് അതിന്റെ സൈറ്റുകൾ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ മോളിക്കുലർ മെത്തേഡ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡ് എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കാം. Okay, antigen detection, antibody detection, direct demonstration and virus cultivation. Okay, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.